ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഇന്ന് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എടുക്കാനാ പോകുന്നത് കേട്ടോ. ഡി ആൻഡ് എഫിന്റെ ടോട്ടൽ ചാപ്റ്ററിന്റെ കണ്ടന്റ് ഓർഡറിലൊന്ന് പറയാം. ഓർമ്മയുണ്ടാവും അല്ലെ? നമ്മൾ കുറെ റിപ്പീറ്റേഷൻ വന്നതാണ്. ഡി ആൻഡ് എഫില് നമ്മൾ പറഞ്ഞേക്കുന്നത് ആദ്യം പഠിക്കണം സമയത്ത് സ്കാൻഡിയം മുതൽ എവിടെയും വരെ അറിയണം? സിങ്ക് വരെ കേട്ടോ. ഒരുമിച്ച് പറയണം എല്ലാവരും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയാത്ത ആൾക്കാരെ എഴുന്നേപ്പിച്ചിട്ട് എന്തായാലും പറയിപ്പിക്കും, അല്ലാതെയും പറയിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. പോരാ കേട്ടോ. ഓക്കെ, ചില ആൾക്കാരും മിണ്ടാതിരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഞാൻ അവരെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയിപ്പിക്കും. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. 28 ഏതായിരിക്കും? 28 അല്ലേ? 28 നിക്കൽ. അതുപോലെ കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. നേരെ ഓപ്പോസിറ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ട് കിട്ടണം. ക്രോമിയം എത്രയായിരിക്കും? 24. അപ്പോ കറക്റ്റ് ആയിട്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അത് നല്ല അൾട്രാ ക്ലിയർ ആയിട്ട് അറിയണം. രണ്ടാമത്തത് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതില് മിഡിൽ നിൽക്കുന്നത് ആരാണ്? സിങ്ക് ആണ് അല്ലെ? ഓർത്ത് നോക്കാം. മാംഗനീസ്, സോറി, സിങ്ക് പറഞ്ഞിട്ട് മാംഗനീസ്. ആ മാംഗനീസിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. ആദ്യത്തത് ഈ ചാപ്റ്ററിൽ ആദ്യത്തെ 11 ടോപ്പിക്സിൽ എന്ത് ചോദിച്ചാലും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ആദ്യം എഴുതേണ്ടത്. കാരണം ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ടോപ്പിക് ഉണ്ടാവില്ല. അപ്പോ എന്ത് ചോദിച്ചാലും നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലെ ആദ്യത്തെ 11 ടോപ്പിക്സ് ഏത് വന്നാലും നിങ്ങൾ ആദ്യം എന്ത് എഴുതണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. ഫസ്റ്റ് എന്തായിരുന്നു? 4s2 3d1. ഇത് എത്രയായിരിക്കും? 4s2 3d2. 4s2 3d3. ഇത് എത്രയായിരുന്നു? 4s2 അതിന് പകരം 3d5. ഇത് എക്സെപ്ഷൻ ആണ്, ഓർത്തു വെക്കുക. എക്സെപ്ഷൻ. ബാക്കിയുള്ളതെല്ലാം അതേ ഓർഡർ തന്നെ. 4s2 3d5, 4s2 3d6, 4s2 3d7, 4s2 3d8. ഇത് എക്സെപ്ഷൻ ആണ്. എന്തായിരിക്കും? 4s1 3d10. ലാസ്റ്റത്തെ അതുപോലെ തന്നെ 4s2 3d10 കേട്ടോ. ഇത് കാണാൻ പറ്റാത്ത ആൾക്കാരൊന്നും ഓർത്ത് നോക്കാം. 4s2 3d10. അപ്പോ ഇവിടെ നിന്ന് തൊട്ട് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറക്റ്റ് ആയിട്ട് അറിയണം. ഇനി ഇതില് നിങ്ങൾ ഓർത്ത് നോക്കുമ്പോൾ 2 ഫാമിലീസ് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ക്രോമിയം ഫാമിലി. ക്രോമിയത്തിന് തൊട്ട് താഴെ ആരായിരിക്കും? മോളിബ്ഡിനം. ഇതിന് തൊട്ട് താഴെ ടങ്സ്റ്റൺ കേട്ടോ. ഇത് അറിഞ്ഞു വെക്കണം. സെയിം കോൺഫിഗറേഷൻ ഒരെണ്ണം ഇൻക്രീസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇവിടെ 4s ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 5s1 3d പകരം 4d കണ്ടോ. ഓക്കെ, 3d പകരം എന്ത് വരും? 4d. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഈ കോപ്പർ ഫാമിലി കണ്ടോ. ഓർത്ത് നോക്കാം. കോപ്പർ ഫാമിലി അറിയണം. കോപ്പറിന്റെ തൊട്ട് താഴെ ആരാണ്? സിൽവർ കേട്ടോ. Ag സിൽവർ ആണ്. പിന്നെ എന്ത് വരും? Au ഗോൾഡ്. ദെൻ സിങ്ക് എന്തായിരുന്നു? മെർക്കുറി അല്ലെ? മെർക്കുറിക്ക് മുമ്പ് Cd കേട്ടോ. കാഡ്മിയം. അത് കഴിഞ്ഞിട്ട് മെർക്കുറി Hg. കാഡ്മിയം ആൻഡ് മെർക്കുറി കേട്ടോ. ഓക്കെ, ഇവിടെ വന്നിരിക്കും. കാണാൻ പറ്റൂല കേട്ടോ. ഓക്കെ, മിഷേലെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇവിടെ വന്നിരിക്കും കേട്ടോ. ഓക്കെ, അയാള് കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഓർത്ത് വെക്കുക. ഇത് പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാറിക്കൊണ്ടിരിക്കും. ആൻസർ ഒരു വേർഡിൽ വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഓർത്ത് വെക്കുക. ആൻസർ ഒരു വേർഡിൽ വരുന്നു. അതെന്തായിരുന്നു? ഈ ചാപ്റ്ററില് കുറെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു 10-30 ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ എല്ലാം ആൻസർ 2 വേർഡിലേക്ക് വരും. 2 വേർഡ്. ഏതായിരുന്നു ആ വേർഡ്? എന്തായിരുന്നു? അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ലെ? അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ്. ഇതിന്റെ അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയായിരിക്കും? സ്കാൻഡിയം എത്രയായിരുന്നു? 1, ടൈറ്റാനിയം 2, വനേഡിയം 3. ഇവിടെ എത്ര എന്താവും? 5, മാംഗനീസ് 5, ദെൻ അയേൺ 4 കേട്ടോ. 4 വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ദെൻ അടുത്ത് എന്ത് വരും? ഇല്ല കേട്ടോ. ദെൻ ഇവിടെ അയൺ എത്തുമ്പോ എത്ര വരും? 26 ആണ് അല്ലെ? 3, 2 കേട്ടോ. അത് മാംഗനീസ് ആണ് കേട്ടോ. ഇവിടെ മാംഗനീസ്.
അത് കഴിഞ്ഞ് അയൺ എത്തുമ്പോൾ 4 ആകും, കൊബാൾട്ട് എത്തുമ്പോൾ 3 ആകും, നിക്കൽ എത്തുമ്പോൾ 2 ആകും, ഇവിടെ 0 0. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ക്രോമിയത്തിന് 5 എഴുതി. എന്തുകൊണ്ടാ? എസ്സിൽ എടുക്കാൻ മാത്രമാണ് കേട്ടോ. ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത്, ഡിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട്. അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ടോപ്പിക് ആയിട്ട് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ഇനി ഇതിലെ ടോപ്പിക്സുകൾ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ഓർഡറിൽ ഏകദേശം ഓർത്തു വെക്കുക എങ്ങനെ പഠിക്കണം എന്നുള്ളത് അല്ലെ. എന്നിട്ട് നേരെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്. ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ്. വാട്ട് യു മീൻ ട്രാൻസിഷൻ എലമെന്റ്? എന്തായിരിക്കും? ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ടെക്സ്റ്റ്. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യനും ഇൻ ടെക്സ്റ്റും ഉണ്ട് അല്ലെ. ഉയർത്തി പറഞ്ഞു. ഉയർത്തിയില്ലേ? പറഞ്ഞോ. സ്കാൻഡിയം ട്രാൻസിഷൻ എലമെന്റ്, സിങ്ക് ഈസ് നോട്ട്. അതാണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ അവിടെ ഉണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 4:3d1. എന്നിട്ട് എന്ത് എഴുതണം? നേരെ ഹൈഫൻ ഇട്ടിട്ട് 1 അൺപെയ്ഡ് ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ സിങ്ക് 4:3d10 ഹൈഫൺ ഇടണം. എന്നിട്ട് എന്ത് കൊടുക്കണം? നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പൊ നിങ്ങളാണ് ടീച്ചറെങ്കിൽ ആദ്യം അതിനെ പെട്ടെന്ന് കാണാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം? ഡെഫിനിഷൻ എഴുതണം. ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷൻ അല്ലെ. എങ്ങനെയാണ്? ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡാണ്. ഇൻകംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ കോമൺ സ്റ്റേറ്റ് ഓർ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെ. ഓർത്ത് വെക്കാം. ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇങ്ങനെ പറഞ്ഞെഴുതണം. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കില ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ എന്തായിരുന്നു? സിൽവർ Ag 4d10 കോൺഫിഗറേഷൻ റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. വൈ? എന്തായിരുന്നു? സിൽവർ 4d10 ആണ്. കണ്ടോ? ഇത് കണ്ടോ? ഇത് 4s1 3d10. അപ്പൊ ഇത് എത്രയായിരിക്കും? ഒരെണ്ണം നമ്പർ കൂട്ടാം. 5s1 4d10 ഉണ്ടോ? ഓർത്ത് നോക്കുക. അവർ തന്നിട്ടുണ്ട് 4d10 ആണ്. 4d10. അപ്പൊ 4d10 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതണം. 5s1 ഇതാണ് സിൽവർ. എന്നിട്ട് പറയാണ് അവര് ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, പക്ഷെ റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. വൈ? അപ്പൊ നമ്മൾ എന്ത് പറയണം? സിൽവർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +2. സിൽവർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. അപ്പൊ എന്ത് വരും? എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. 5s0 ഉണ്ടോ? 2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്തു. ഇനി ഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോണും കൂടി റിമൂവ് ചെയ്യും. അപ്പൊ 4d9 കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബോക്സ് ഒക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് വരച്ച് കാണിക്കണം. ഇത് കണ്ടോ? ഇവിടെ 1 അൺപെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 1 അൺപെയ്ഡ് 4d9. അപ്പോൾ 1 അൺപെയ്ഡ് ഉണ്ട്. അപ്പൊ എന്താ അല്ലെ? കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. അപ്പൊ ഇത് രണ്ടെണ്ണം എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് എഴുതി വെക്കും അല്ലെ? സിൽവർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻകംപ്ലീറ്റ്ലി ഫിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് പ്രസന്റ് ഇൻ ദം. സോ റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ്. അപ്പോ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ടോപ്പിക് എന്താണ്? ടെക്സ്റ്റ് ബുക്കില് കേട്ടോ. ടോപ്പിക് ഇപ്പൊ പറയിപ്പിക്കോട്ടോ, നിങ്ങൾക്കറിയാലോ ഇതൊരു വിഷനാണ്. സെക്കൻഡ് ടോപ്പിക് എന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടി. സെക്കൻഡ് ടോപ്പിക് എന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടി. ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? ഫിസിക്കൽ പ്രോപ്പർട്ടി പറയും. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപ്പി. ആറ്റമൈസേഷൻ എന്തായാലും ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ല, പക്ഷെ ആ ടേമിൽ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് അതും കൂടി ഓർത്തു വെക്കണം. ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതൊക്കെ പറയണം? മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപ്പി. ഇത് മൂന്നും മിഡിൽ എത്തുമ്പോൾ കൂടും എന്നിട്ട് കുറയും. കണ്ടോ? മിഡിൽ എത്തുമ്പോൾ കൂടിയിട്ട് കുറയുന്നതിന്റെ പരിപാടി എന്തുകൊണ്ടായിരിക്കും? മിഡിൽ എത്തിയിട്ട് കൂടിയിട്ട് കുറയുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്. എങ്ങനെയാ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് വെക്കണ്ടേ? അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. എന്ത് ഇൻക്രീസ് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്, ആറ്റമൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ഇതൊക്കെയാണ്. ഇത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മിഡിൽ സീരീസിൽ ഇതിന് ഹയർ ആണ് വൈ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓർത്തു വെക്കുക ഏതൊക്കെ ഇൻക്രീസ് ചെയ്യും? 3 എണ്ണം ഇൻക്രീസ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കിട്ടണം, ഞാൻ ചോദിക്കൂ കേട്ടോ. ഓക്കെ, എന്തായിരുന്നു? അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. എന്ത് ഇൻക്രീസ് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസസ്. അല്ലെങ്കിൽ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത്. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് അതാണ്. മെറ്റാലിക് ബോണ്ട് എന്ത് ചെയ്യും? നല്ല സ്ട്രോങ് ആവും. മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആയാൽ എന്തൊക്കെ ഇൻക്രീസ് ചെയ്യും?
ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, ആറ്റമൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും അല്ലെ, മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ. ജയ്ബിൻ അങ്ങ് പറഞ്ഞു. അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർആറ്റമിക്, therefore മെറ്റാലിക് ബോണ്ട് ഇൻക്രീസസ്. പിന്നെ ബാക്കിയുള്ളതല്ല അല്ലെ, ആറ്റമൈസേഷൻ എന്താൽപ്പി ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും അല്ലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ പറഞ്ഞു എന്തുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്. കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ പറയാം, കുഞ്ഞു വേർഡല്ലേ ഞാൻ വെക്കുന്നത് കേട്ടോ, അത് വെച്ച് ഈ ചാപ്റ്റർ കൊണ്ടുപോകാൻ വേണ്ടിട്ടാ എനിക്ക്. അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. എന്തൊക്കെ ഇൻക്രീസ് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് അല്ലെ, ബോയിലിംഗ് പോയിന്റ്, ആറ്റമൈസേഷൻ എന്താൽപ്പി ഇതെല്ലാം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും കേട്ടോ, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും. ക്വസ്റ്റ്യൻ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും, അന്ന് ഞാൻ പറഞ്ഞതാണ്. മെർക്കുറി ലിക്വിഡ് ആണ്, വൈ? മെർക്കുറി ലിക്വിഡ് ആണ്, വൈ? അപ്പൊ എന്ത് പറയണം? ഇത് തന്നെ പറയണ്ടേ. എന്താ മെർക്കുറിയിൽ എന്തായിരിക്കും? D10 ആയിരിക്കും. മെർക്കുറി എന്തായിരിക്കും? D10. അല്ലെങ്കിൽ നീ ചിലപ്പോ ആൾക്കാർ കുട്ടികൾ അല്ലെങ്കിൽ ഇത് 3D10, 4D10, 5D10, 5D10 ആണോ? അങ്ങനെ ഡൗട്ട് വേണ്ട. എന്ത് എഴുതിയേക്കാം? D10. എന്തെഴുതിയേക്കണം? D10. D10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതായാലും ആ കാറ്റഗറി വരുമല്ലോ. അപ്പൊ അത് ഓർത്ത് നോക്കണ്ട, ഇത് D10 ആണ്. അപ്പൊ എന്താ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫില്ലായ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇന്ററാറ്റമിക് ഇന്ററാക്ഷൻ വീക്ക് ആകും. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കുക. അപ്പൊ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി വേറെ എന്തൊക്കെയുണ്ട് അതൊക്കെ ചോദിക്കാം. എന്താ? ഡക്ടൈൽ, മാലിബിൾ, ഗോൾഡ്. ഇതേ അവര് ചോദിക്കും. ഇതേ ക്വസ്റ്റ്യൻ പുതിയതായിട്ട് ഉണ്ടാക്കാം. ഗോൾഡ് ഹൈയസ്റ്റ് എന്താണ്? ഡക്ടൈൽ മെറ്റൽ, വൈ? ഇത് തന്നെയാണ് ആൻസർ. അൺപെയർഡ് ഇലക്ട്രോൺ കേട്ടോ. അൺപെയർഡ് ഇലക്ട്രോൺ അവിടെ എന്ത് പറ്റും? ഉണ്ടോ? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. D10 തന്നെയാണ് അല്ലെ. അൺപെയർഡ് ഇലക്ട്രോൺ D10 ആണ്. അതുകൊണ്ട് എന്താവും? ഫ്ലെക്സിബിൾ ആകും. അങ്ങനെ ഓർത്ത് വെക്കുക. സ്ട്രെങ്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ അത് വെച്ച് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ കണ്ടന്റ് ഭയങ്കര കുറവാണ്, പക്ഷെ ക്വസ്റ്റ്യൻ അവർ ഭയങ്കര വെറൈറ്റി ആയിട്ട് ചോദിക്കും. അത് നിങ്ങൾക്ക് കിട്ടില്ല ആ സമയത്ത്. കാരണം ഇത് മുഴുവൻ ചാപ്റ്റർ പഠിച്ചിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അവർ ചോദിക്കുന്നത്. ഇവിടെ ടങ്സ്റ്റൺ അല്ലെങ്കിൽ മോളിബ്ഡിനം, ഓസ്മിയം. ഓസ്മിയം ഒക്കെ മിഡിലാണെന്ന് ഓർത്ത് വെക്കണം. ഇതിലില്ലാത്ത എലമെന്റുകൾ ചോദിക്കും. അപ്പൊ ഓർത്ത് വെക്കുക, ഓസ്മിയം ഹൈയസ്റ്റ് ഡെൻസിയസ്റ്റ് എലമെന്റ് ഇൻ ദ വേൾഡ്, വൈ? പഠിച്ചിട്ടുള്ള ഡെൻസിറ്റി ഒന്നും പഠിച്ചിട്ടുള്ള ഡെൻസിറ്റി, മാസ് ബൈ വോളിയം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കഥയൊക്കെ എഴുതി വെക്കും. ഒരു കാര്യം കിട്ടില്ല കേട്ടോ. ഓസ്മിയം ആണ് ഹൈയസ്റ്റ് ഡെൻസിയസ്റ്റ് എലമെന്റ്, വൈ എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ. ഈ ആറ്റമിക് ഇന്ററാക്ഷൻ കൂടുമ്പോൾ എന്താ? സൈസ് കുറയും. ക്ലിയർ ചെയ്തു കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യൂവിൽ പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വരും. കാരണം നിങ്ങൾ പുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ കണ്ടമാനം ക്വസ്റ്റ്യൻസ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് ഓർത്ത് വെക്കാം. രണ്ടാമത്തെ ടോപ്പിക്. അപ്പൊ ഓർത്ത് വെക്കാം, ഇത് കണ്ടന്റ് ആണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര ഈസിയാണ് കെമിസ്ട്രി, പക്ഷെ ഡെഡ് എൻഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടിരിക്കും, ഒന്നും ഓർമ്മ വരില്ല. കെമിസ്ട്രിയുടെ ഗുണം അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ കുറെ ഫാക്ടുകൾ ഓരോരോ സ്ഥലത്തിരിക്കുന്ന ആ ഫാക്ട് കാണുമ്പോൾ ഒറ്റയ്ക്ക് എളുപ്പമാണ്, പക്ഷെ ഒരുമിച്ച് പറയാൻ പറ്റിയാൽ മാത്രമേ ഫുള്ള് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയിട്ട് ബ്ലാങ്ക് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഓർഡറിൽ കിട്ടുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? ആദ്യത്തെ ടോപ്പിക് പറഞ്ഞേ ട്രാൻസിഷൻ. സെക്കൻഡ് ടോപ്പിക് എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെ. തേർഡ് ടോപ്പിക് എന്താണ്? അയണൈസേഷൻ എന്താൽപ്പി. വാട്ട് യു മീൻ അയണൈസേഷൻ എന്താൽപ്പി? the amount of energy required to remove electron from the outermost shell. അതാണ് അയണൈസേഷൻ എന്താൽപ്പി അല്ലെ. the amount of energy required to remove electron from the outermost shell, അയണൈസേഷൻ എന്താൽപ്പി. ആ അയണൈസേഷൻ എന്താൽപ്പിയില് ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്യും? അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും. ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? ആരെങ്കിലും പറ. ക്രോമിയം ആൻഡ് കോപ്പർ, വൈ? ക്രോമിയത്തിനും കോപ്പറിനും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ. ഇവിടെ ഓർത്ത് നോക്കുക, എസ്സിൽ 1 ഇലക്ട്രോൺ ഉള്ളൂ. എസ്സിൽ 1 ഇലക്ട്രോൺ ഉള്ളൂ. അതുകൊണ്ട് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ജനറൽ ട്രെൻഡ്, വൈ? അതാണ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ക്രോമിയം ആൻഡ് കോപ്പർ. അപ്പൊ അയണൈസേഷൻ എന്താൽപ്പി നിങ്ങൾ 11th പഠിച്ചുകൊണ്ട് വാട്ട് യു മീൻ അങ്ങനെ ക്വസ്റ്റ്യൻ വരില്ല അവര്. അയണൈസേഷൻ എന്താൽപ്പി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ചോദിക്കുള്ളൂ. ക്രോമിയം ആൻഡ് കോപ്പർ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി കമ്പാരിറ്റീവ്ലി ലെസ്, വൈ? ഇതാണ് ചോദ്യം. അയണൈസേഷൻ എന്താൽപ്പി ഡെഫിനിഷൻ എന്താ? the amount of energy required to remove electron from the outermost shell. എസ്സിൽ പെയർ അല്ല ഇലക്ട്രോൺ. എസ്സിൽ പെയർ അല്ലാതെ ഒറ്റയ്ക്കാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഉണ്ടോ? ഓക്കെ. അപ്പൊ ഈസി ആയിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. പെയർ എന്ന് പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ് അല്ലെ. ഒരാളാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. രണ്ടുപേരുണ്ടെങ്കിൽ എന്ത് പറ്റും?
അല്ലെ, ഇയാളെ റിമൂവ് ചെയ്യുമ്പോൾ അയാളെ സമ്മതിക്കില്ല, അല്ലെ, പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു കുറച്ചും കൂടി എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തായിരിക്കും ആൻസർ? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം, എന്നിട്ട് പറയണം എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 1 ഇലക്ട്രോൺ ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, 1 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി പോകണം കേട്ടോ. ഓക്കെ, ദെൻ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഹയർ ആണ് ഇവർക്ക് രണ്ടുപേർക്കും, ക്രോമിയത്തിനും കോപ്പറിനും. വൈ? എന്ന് പറഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാ? ഡിയിലാണ്. ബാക്കി എല്ലാവർക്കും എവിടെയായിരിക്കും? എസിലായിരിക്കും. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ക്രോമിയം 3d5 കണ്ടോ. ഓർത്ത് വെക്കാം, ഇവിടെ മാംഗനീസിനൊക്കെ എത്രയായിരിക്കും സെക്കൻഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇലക്ട്രോൺ എസ് സി എന്നാണ് റിമൂവ് ചെയ്യുക, അല്ലെ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇലക്ട്രോണും എസ് സി തന്നെയാണ്. ഇവിടെ എന്താണ്, സെക്കൻഡ് ലാസ്റ്റ് ഇലക്ട്രോൺ ഇതിലായിരിക്കും, ഡിയിലായിരിക്കും. അതുകൊണ്ട് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഹയർ ആയിരിക്കും, ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി എന്തായിരിക്കും, ലോവർ ആയിരിക്കും കേട്ടോ. ഓർത്ത് വെക്കുക, അതാണ് ആ ടോപ്പിക്കിൽ ഓർത്ത് വെക്കേണ്ട മെയിൻ കാര്യം. തേർഡ് ടോപ്പിക് കഴിഞ്ഞു. ഫോർത്ത് ടോപ്പിക് എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. ഓർത്ത് വെക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരുന്നു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് പറ്റും? മിഡിലേക്ക് എത്തുമ്പോൾ ഇൻക്രീസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, കുറയും, ഡിക്രീസ് ചെയ്യും. മിഡിലേക്ക് എത്തുമ്പോൾ ഇൻക്രീസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കുറയും. മിഡിലേക്ക് എത്തുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ റീസൺ അൺപെയ്ഡ് ഇലക്ട്രോൺ തന്നെയാണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. പക്ഷെ അവിടെ കുറച്ച് ഫാക്ട് അറിഞ്ഞു വെക്കണം. ഫാക്ട് എന്ന് പറഞ്ഞാൽ ജനറലി ഈ പറയുന്ന ഇതില് സ്കാൻഡിയത്തിന് എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്? +3. ഒരെണ്ണം മാത്രമേ ഉള്ളൂ, മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ലാത്ത കേട്ടോ. ഓർത്ത് നോക്കുക, സിംഗിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ട്രാൻസിഷൻ എലമെന്റ് ആര് മാത്രമേ ഉള്ളൂ? സ്കാൻഡിയം. ബാക്കി ഇത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. എത്രയാണ്? +2. എത്രയാണ്? +2. ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെയുള്ള എല്ലാ ആൾക്കാർക്കും, സിങ്ക് വരെയുള്ള എല്ലാ ആൾക്കാർക്കും എത്രയാണ് പിന്നെ കോമൺ ഉള്ളത്? +2. ഇനി ഓർത്ത് വെക്കേണ്ട എക്സെപ്ഷൻ കേസ്, കോപ്പറിന് മാത്രം എന്തുണ്ട്, കോപ്പർ ഫാമിലിക്ക് എന്തുണ്ട്, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. കോപ്പർ ഫാമിലിക്ക് എന്തുണ്ട്? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഏറ്റവും ഹൈയസ്റ്റ് ആർക്കായിരിക്കും? മാംഗനീസ്. എത്രയാ? +2 to +7 വരെ, +2 +3 +4 അങ്ങനെ എത്ര വരെ വരും? +7 വരെ ഉണ്ടോ. ഓർത്ത് നോക്കുക, +2 മുതൽ +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കുണ്ട്? മാംഗനീസിനുണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക, ഇതാണ് ഫാക്ട് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. സിങ്ക് ട്രാൻസിഷൻ എലമെന്റ് അല്ല, പക്ഷെ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ജനറൽ ഫാക്ട് അറിഞ്ഞു വെക്കണം. അപ്പോൾ 4 ടോപ്പിക്കായി. ഫിഫ്ത് ടോപ്പിക് എന്തായിരിക്കും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആദ്യമായിട്ട് പഠിച്ചത് എവിടെയാ? ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോ ഇവിടെ ഓർത്ത് വെക്കേണ്ടത്, ജനറലി ഇവിടെ നിന്ന് ഈ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ജനറലി എന്ത് ചെയ്യും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഇൻക്രീസസ്. നമുക്കറിയാം ലിഥിയം എത്രയാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? -3.05. ഫ്ലൂറിന് എത്രയാ? 2.87. എവിടെ പഠിച്ചു? ഇലക്ട്രോ കെമിസ്ട്രിയിൽ അല്ലെ. ഇലക്ട്രോഡ് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അതിൽ പഠിച്ച കാര്യമാണ്. അപ്പോ ഇവിടെ നിന്ന് അല്ലെ പീരിയോഡിക് ടേബിളിന് തന്നെ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, കോപ്പറിന് മാത്രമാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത്. കോപ്പറിന് മാത്രമാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് മറക്കരുത്. ഇലക്ട്രോ കെമിസ്ട്രിയിലും എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. HCl ഗ്യാസ് cannot react with copper. Why എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. ഹൈഡ്രജൻ എത്രയാ? 0 ആണ്. കോപ്പറിന് എന്താ? പോസിറ്റീവ് ആണ്. അത് എവിടെ വരാം? ഇലക്ട്രോ കെമിസ്ട്രിയിലും വരാം, ഇവിടെയും വരാം. അപ്പൊ അത് ഓർത്ത് വെക്കുക, ഈ കോപ്പറിന് മാത്രമാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിൽ നിന്ന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏത് ടൈപ്പ് ഓഫ് റീസൺ ആൻഡ് റിയാക്ടിവിറ്റി, അടുത്തൊരു ടോപ്പിക് ഉണ്ട്, ആ റിയാക്ടിവിറ്റിയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഒരുമിച്ച് പഠിച്ചു വെക്കണം. റിയാക്ടിവിറ്റിയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഒരുമിച്ച് പഠിച്ചു വെക്കണം. ഞാൻ നോക്കാം.
ഏതൊക്കെ ടോപ്പിക്കാ പറഞ്ഞുക്കാം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓർത്ത് വെക്കുക, ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും റിയാക്ടിവിറ്റിയുടെയും ഗീവ് റീസൺ വന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു നോക്കണം. എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്? ഇപ്പൊ അവർ പറയും മാംഗനീസ് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ തന്നു, അയൺ ഒരു വാല്യൂ തന്നു, എന്നിട്ട് അവർ ചോദിക്കും വാട്ട് ഇസ് റീസൺ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്ത് ചെയ്യും? ആൻസർ എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി. ഇവിടെ ഓർത്ത് വെക്കുക. അപ്പോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിലേറ്റഡ് ടു എന്ന് പറഞ്ഞേ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിലേറ്റഡ് ടു സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപീസ് പറഞ്ഞു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിലേറ്റഡ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപീസ് കേട്ടോ. ഓക്കെ, ദെൻ പ്രതീക് റിലേറ്റഡ് ടു കേട്ടോ, ഈക്വൽ എന്നല്ല റിലേറ്റഡ് ടു, അതുമായിട്ട് വാല്യൂന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെച്ചേക്കണം. ദെൻ സം ഓഫ് അല്ല, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിലേറ്റഡ് ടു സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി. ഇപ്പൊ എത്ര ടോപ്പിക്കായി? അവരെങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഒരു വാല്യൂ തന്നു, കോപ്പർ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വായ് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ ഡെഡ് എൻഡ് ആവും, മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഏത് ഗീവ് റീസൺ വന്നാലും എന്ത് എഴുതാം നമുക്ക്? ഇതാണ് എന്റെ ബേസ് റീസൺ എന്നുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ഓക്കെ, ആ ഒരൊറ്റ വേർഡ് ഉള്ളൂ അവിടെ നോക്കാം. ഇനി അവർ പറയും ഇറഗുലർ ട്രെൻഡ് ആണ് കാണിക്കുന്നത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇറഗുലർ ട്രെൻഡ് വായ്. അങ്ങനെ ക്വസ്റ്റൻ ഉണ്ട്. കാരണം ഈ മാംഗനീസിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവാണ് ആസ് കമ്പയർഡ് ടു അയൺ. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് അല്ലേ? അവർ പറയും മാംഗനീസ് അയൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലോവർ ദാൻ ദാറ്റ് ഓഫ് അയൺ വായ്. ഇതുള്ളൂ ആൻസർ. അപ്പൊ എല്ലാത്തിനും ആൻസർ സെയിം ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ അവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അവിടെയൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണം ഈ ക്വസ്റ്റ്യനിൽ. അപ്പൊ ഈ ചാപ്റ്ററിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. അതിന്റെ ക്വസ്റ്റ്യൻ നല്ല വെറൈറ്റി ആയിട്ട് ഓരോ വർഷം പുതിയതുണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനും ടോപ്പിക് ബേസ് ചെയ്ത് മെയിൻ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് പഠിച്ചു പോകണം. എങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ മാർക്ക് പോകും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോവാ. അടുത്ത ടോപ്പിക് ഏതായിരുന്നു? കളറിന് മുമ്പ് വേറെ ഇല്ലേ? കെമിക്കൽ റിയാക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു ഇതാണ്, എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തായിരുന്നു? സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ഒരു 2 ക്വസ്റ്റ്യൻ ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാംഗനീസ്. മാംഗനീസിന് ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എത്രയാ? 7 ആണ്. 7. അങ്ങനെയാണെങ്കിൽ മാംഗനീസിന്റെ അടുത്തേക്ക് ഫ്ലൂറിൻ അറിയാം, ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. പക്ഷെ MnF7 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവില്ല. MnF7 എന്ന് പറയുന്ന കോമ്പൗണ്ട് cannot form. MnF7 പകരം MnF4 ഉള്ളൂ. MnF4. Then Mn2O7 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ, Mn2O7. ഇവിടെ ഇതിന് +7ഉം ഇവിടെ അത് +4ഉം ആണ്. മാംഗനീസിന് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹയർ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യും വൈ കേട്ടോ. ഓർത്ത് വെക്കാം. ഓക്സിജന് ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ഓക്സിജൻ എന്ത് പറ്റും? ഡബിൾ ബോണ്ട്. മാംഗനീസിന് എന്ത് പറ്റും? സിംഗിൾ ബോണ്ട്. മാംഗനീസിന് എന്താ പറ്റുക? സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ആ മാംഗനീസിന് ചുറ്റിനും ഓക്സിജൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അവര് എന്താണ്? ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി കോമ്പൗണ്ട് ഉണ്ടാവും. മറ്റേതിന് എന്ത് പറ്റില്ല? സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഒറ്റ വേർഡാണ്. എന്തായിരുന്നു? ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് കോപ്പർ. കോപ്പർ ഉണ്ടല്ലോ, കോപ്പറിന് നിങ്ങൾക്കറിയാം കോപ്പർ എന്തായിരുന്നു അല്ലെ? കോപ്പർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d10 ആണ്. കോപ്പർ +1 ആൻഡ് കോപ്പർ +2 വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ ഇൻ അക്വസ് സൊല്യൂഷൻ? ഇതാണ് ചോദ്യം അല്ലെ. കോപ്പർ ഇത് കണ്ടോ, 4s1 3d10. അപ്പൊ +1 എന്ന് പറഞ്ഞാൽ SC എന്ന് ഒരു ഇലക്ട്രോൺ പോവും അല്ലെ, 3d10 വരും. കോപ്പർ +1 ആൻഡ് +2 വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് വൈ? ഇതാണ് ചോദ്യം. ഏതായിരിക്കും? +2. ഏതായിരിക്കും? +2 അല്ലെ. നമുക്ക് അങ്ങനെ തോന്നൂലേ +1 ആണെന്ന്. ആൻസർ ഏതായിരുന്നു? +2 വൈ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒറ്റ വേർഡാണ് ആൻസർ. ഏതാ? എന്താൽപ്പി ഉണ്ട്, വേറൊരു വേർഡും കൂടി എഴുതണം. ഹൈഡ്രേഷൻ എന്താൽപ്പി ആൻസർ ആണ്, വേറൊരു വേർഡും കൂടി എഴുതണം, എങ്കിലേ മാർക്ക് തരുള്ളൂ.
അതാണ് മെയിൻ പോയിന്റ്. പറഞ്ഞോ. ശരിയാ പറഞ്ഞോ. അല്ല അല്ല അല്ല, ഹൈഡ്രജൻ ബോണ്ട് അല്ല, ഒരു വേർഡാണ്. ഇതാണ് പറഞ്ഞത്. ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ ഈ ചാപ്റ്റർ ഞാൻ വെറുതെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയ സമയത്ത് ഏകദേശം പോയിന്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് 30 പോയിന്റ്സ് ഒക്കെ ഉള്ളൂ. വെറുതെ ഒന്ന് ആലോചിച്ചേ, ഒരു ദിവസം ഇരുന്നിട്ട് 30 പോയിന്റ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ കറക്റ്റ് 2-3 hours എടുത്തിട്ടുണ്ടെങ്കിൽ അൾട്രാ ക്ലിയർ ആവും. പക്ഷെ നമ്മൾ പഠിക്കൂല, എന്താ ഒരു പോയിന്റ് അൺപെയ്ഡ് ഇലക്ട്രോൺ, സിമ്പിൾ അൺപെയ്ഡ് ഇലക്ട്രോൺ കാണുമ്പോൾ തന്നെ ഇതാണ്. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതിനെ അപ്രോച്ച് ചെയ്യണം കേട്ടോ, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്തായിരുന്നു? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇത് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ബോർഡിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ ആണത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, പല രീതിയിലും അവന്മാർ ചോദിക്കാം. ക്വസ്റ്റൻ ഇതാണ്, CuSO4 കോപ്പർ സൾഫേറ്റ് അല്ലെ, ആൻഡ് CuCl വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ. അങ്ങനെ ക്വസ്റ്റ്യൻ മാറ്റിക്കൊണ്ടിരിക്കും. ചാപ്റ്ററിൽ ഉണ്ടാവില്ല. ഏതായിരിക്കും? CuSO4 കാരണം എന്താ? +2 ആണ്. CuCl എന്ന് പറയുമ്പോൾ എന്താ? അല്ലെങ്കിൽ CuCl ആൻഡ് CuCl2 വിച്ച് ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ എല്ലാം നിങ്ങൾ ഇതാണ് ആൻസർ എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, Cu ഉണ്ടോ, ഓർത്ത് നോക്കാം. ഇത് +1 വന്നാൽ Cu +2 +Cu. ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ കോപ്പർ +1 വന്നു കഴിയുമ്പോൾ അത് അക്വസ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് +2ഉം 0 ആയി മാറും. എന്ന് പറഞ്ഞ് ഇവിടെ +1 അല്ലേ, +1 ഓക്സിഡേഷൻ നമ്പർ +2 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അതിനെന്താ വിളിക്കുക? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ എന്ത് വിളിക്കും? റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും ഒരു എലമെന്റിൽ നടന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ. കേട്ടോ, ഓർത്ത് നോക്കുക. റിഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ റിയാക്ഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സോറി റിഡോക്സ്. റിഡോക്സ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ വന്നാൽ റിഡോക്സ്, ഒരു എലമെന്റിൽ വന്നാൽ അതിനെന്താ വിളിക്കുന്നത്? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പൊ ഓർത്ത് നോക്കുക, കോപ്പർ അണ്ടർഗോ ആയിരുന്നു ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അപ്പോ ഇതിന്റെ ആൻസർ 2 വേർഡാണ്. എന്താണ്? Cu +2 എന്താണ്? മോർ സ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ ഡ്യൂ ടു ദേ അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഫസ്റ്റ്. ദെൻ അടുത്ത പോയിന്റ് എന്തായിരിക്കും? ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഈ 2 വേർഡാണ് ആൻസർ കേട്ടോ. അപ്പൊ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ ടോപ്പിക് എന്തായിരുന്നു? അല്ലെ, സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ ഇത്രയും വരെ ടോപ്പിക് കറക്റ്റ് ഓർഡറിൽ ആര് പറയും? ഓക്കെ ആണ് കേട്ടോ. ഏതായിരുന്നു ഫസ്റ്റ്? ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി. തേർഡ് അയണൈസേഷൻ എന്താൽപ്പി. ഫോർത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫിഫ്ത്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ട്രെൻസിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഒരു 4 ടോപ്പിക് കൂടി പഠിച്ചാൽ 10 ആവും. ഒരു നല്ല ഭംഗിയുള്ള നമ്പറിലേക്ക് വരും. ഇനി വരുന്ന ടോപ്പിക്സ് ഏകദേശം ഒരേ പ്ലാറ്റ്ഫോമിലും എളുപ്പമായിട്ടാണ്. അടുത്ത വരുന്നത് കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. കളർ എന്തായിരിക്കും? കളറിന്റെ റീസൺ ഒറ്റ വേർഡ് പറഞ്ഞേ, DD ട്രാൻസിഷൻ. കേട്ടോ, എങ്ങനെയായിരിക്കും കളർ? ഏത് കളറും ചോദിക്കാം അല്ലെ, ഓർത്ത് നോക്കുക. സിങ്ക് കളർലെസ് വൈ. ആദ്യം എന്ത് പറയണം? അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല. ഇത് ചോദ്യം ചോദിച്ചാൽ അപ്പൊ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കണം. എന്നിട്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, സോ ഡസ് നോട്ട് ഫോം DD ട്രാൻസിഷൻ. വാട്ട് യു മീൻ DD ട്രാൻസിഷൻ? ഇലക്ട്രോൺ അബ്സോർബ് എനർജി ഇൻ ടു ദി വിസിബിൾ റീജിയൻ അല്ലെ, ടു എക്സൈറ്റഡ് എ ഹയർ എനർജി ലെവൽ. ദിസ് ഇസ് നോൺ ആസ് DD ട്രാൻസിഷൻ. ഏതൊക്കെയാ? T2G2 EG. എവിടെ ഉണ്ടത്? കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. ഏറ്റവും സിമ്പിൾ വേർഡിൽ പഠിക്കുക. എന്തായിരുന്നു? ദ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ഇൻ എ വിസിബിൾ റീജിയൻ അല്ലെ, ഓർത്ത് നോക്കുക. ഇലക്ട്രോൺ എങ്ങനെയാ? ദ എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ഇൻ എ വിസിബിൾ റീജിയൻ ടു എക്സൈറ്റഡ് എ ഹയർ എനർജി ലെവൽ അല്ലെ. ദിസ് ഇസ് നോൺ ആസ് DD ട്രാൻസിഷൻ. ഓർത്ത് നോക്കുക. കളറിന്റെ എന്ത് ചോദിച്ചാലും 2 വേർഡുകളാണ്. ഒന്ന് DD ട്രാൻസിഷൻ, രണ്ടാമത്തെ വേർഡ് എന്തായിരിക്കണം? ഫസ്റ്റ് എന്തായിരിക്കണം? DD ട്രാൻസിഷൻ. സെക്കൻഡ് എന്തായിരിക്കണം? അൺപെയ്ഡ് ഇലക്ട്രോൺ കേട്ടോ, അൺപെയ്ഡ് ഇലക്ട്രോൺ. സ്കാൻഡിയം 3+ കളർലെസ് ആയിരിക്കും. ടൈറ്റാനിയം, ഇതിന്റെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. TiCl4 TiCl2 which is colored iron and why? ഇതാണ് ചോദ്യം. TiCl4 TiCl2 which is colored ion and why? ഇതാണ് ചോദ്യം.
TiCl2. എന്തുകൊണ്ട് ഒന്ന് പറഞ്ഞേ. ഇവിടെ നോക്കുക, ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാതെ ഈ ചാപ്റ്റർ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അല്ലെ. TiCl4 എന്ന് പറഞ്ഞാൽ +4, TiCl2 എന്ന് പറഞ്ഞാൽ +2. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ വേണ്ടി അടുത്തൊന്ന് പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയാന്ന് മനസ്സിലായോ? Cl2 എന്ന് പറയുമ്പോൾ ക്ലോറിന്റെ ഇലക്ട്രോണിക് ഇത് വാലൻസി 1 ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? +2. ഇവിടെ എന്ത് വരും? +4. +2 എന്ന് പറഞ്ഞാൽ ഇവിടെ എസ്സിൽ നിന്ന് ഇലക്ട്രോൺ 2 എണ്ണം റിമൂവ് ചെയ്യും. +2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? എസ്സിന്ന് 2 എണ്ണം. അപ്പൊ ഡിയിൽ എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പൊ എത്ര അൺപെയർഡ് ഉണ്ട് ഇതിന്? 2 അൺപെയർഡ് ഇലക്ട്രോൺ. 2 അൺപെയർഡ് ഉണ്ടോ? ഓർത്ത് നോക്കാം. TiCl4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നിന്ന് എസ്സിന്ന് റിമൂവ് ചെയ്യും, ഡിന്ന് റിമൂവ് ചെയ്യും. അപ്പൊ എത്രയായിരിക്കും? അൺപെയർഡ് ഉണ്ടാവോ? 0 കേട്ടോ. അപ്പൊ ഓർത്ത് നോക്കുക, ഇവിടെ 0 അൺപെയർഡ്. അപ്പൊ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിന്റെ എഴുതണം, എന്നിട്ട് വരക്കണം, എന്നിട്ട് ആൻസറിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പോ നമ്മൾ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഈ ചാപ്റ്ററിൽ. അതെ, എന്ത് ചോദിച്ചു വെച്ചാലും കോമ്പൗണ്ടുകളാണ്, ഈ മെറ്റൽസ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൊണ്ടുവരിക. അപ്പൊ കളറിന്റെ റീസൺ എന്താ? DD ട്രാൻസിഷൻ ആൻഡ് അൺപെയർഡ് ഇലക്ട്രോൺ. നെക്സ്റ്റ് അടുത്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇപ്പൊ എത്രാമത്തെ ടോപ്പിക്കാ? 8. മാഗ്നറ്റിക് പ്രോപ്പർട്ടി റീസൺ എന്തായിരുന്നു കേട്ടോ? എല്ലാ ടോപ്പിക്കും നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കോട്ടോ, കാണാതെ. ക്ലാസ് എൻഡ് ചെയ്യുമ്പോൾ ഈ ടോപ്പിക്ക് എനിക്ക് ഓർഡറിൽ എഴുതിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. കറക്റ്റ് എനിക്ക് ആ ടോപ്പിക്ക് ഓർഡറിൽ പറയിപ്പിക്കുകയും വേണം കേട്ടോ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ റീസൺ എന്തായിരുന്നു? അൺപെയർഡ് ഇലക്ട്രോൺ. അതിന് റീസൺ എന്താ? അൺപെയർഡ് ഇലക്ട്രോൺ. അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, എന്ത് പറ്റും? മാഗ്നറ്റിക് മൊമെന്റ് ഓൾസോ ഇൻക്രീസസ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? വേഗം പറഞ്ഞേ. ന്യൂ ഈക്വൽ ടു √n × n+2 കേട്ടോ. അപ്പൊ പഠിക്കണം കേട്ടോ, എല്ലാവരോടും ചോദിക്കും. ന്യൂ ഈക്വൽ ടു എന്തായിരുന്നു? √n × n+2. √n × n+2. ഇതാണ് മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ. √n × n+2. ദെൻ n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. ഇവിടെ നോക്കുക, 2, 3, 5. 5 ഇട്ടാൽ എത്രയായിരിക്കും വാല്യൂ വരിക? 5 ഇട്ടേ. ഇവിടെ 5 ഇട്ടാൽ എന്ത് പറ്റും? 5 × 5 + എത്രയാ? 7. അപ്പൊ എത്ര വരും? √35. √35ന്റെ ആൻസർ എന്തായിരിക്കും? √35. √36 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 6 ആണ്. അപ്പോ ഒരു പോയിന്റ് അങ്ങ് കുറച്ചിട്ട് എഴുതാം. ഇത്രയേ ഉള്ളൂ, 5.9 കേട്ടോ. അടുത്തത് n4 ആണെങ്കിൽ എത്രയായിരിക്കും? n4 ആണെങ്കിൽ എന്തായിരിക്കും? 4 × 4 + 2 എത്രയായിരിക്കും? √24. √24ന്റെ ആൻസർ എത്രയായിരിക്കും? 4.9. 4.83 ആണ് ആൻസർ. പക്ഷെ 4.9 എന്ന് പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. റൗണ്ട് ഓഫ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ വരും, വീണ്ടും തെറ്റിക്കും. നിങ്ങൾ ഒരു പോയിന്റ് കുറയ്ക്കാം. അടുത്തത് √3 കൊടുക്കുമ്പോൾ ഇത് n3 കൊടുത്താൽ എന്ത് കിട്ടും? 3 × 5 എത്ര കിട്ടും? √15. എത്രയായിരിക്കും? √15. √16 എത്രയായിരിക്കും? 4. 3.9. എത്രയുള്ള പരിപാടി കേട്ടോ. ഓക്കെ. ഇനി അൺപെയർഡ് ഇലക്ട്രോൺ 2 കൊടുക്കുകയാണെങ്കിൽ എത്ര വരും? 2 × 3. അപ്പൊ എത്ര കിട്ടും? √8. √8 എത്രയായിരിക്കും? √8 എന്ന് പറഞ്ഞാൽ മറ്റേത് പോലെ പറ. 2.9 പകരം ഒരു 2.8 ഇട്ടോ അതിന് കേട്ടോ. 2.9 ഇട്ട് കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. 2.8 ഇട്ടോ കേട്ടോ. അടുത്ത് പക്ഷെ കാണാതെ അറിഞ്ഞു നോക്കണം. 1 അൺപെയർഡ് വന്നാൽ എത്രയായിരിക്കും? 1 × അല്ലെ. അപ്പൊ √3. √3യുടെ വാല്യൂ കാണാതെ അറിഞ്ഞു വെച്ചേക്കണം. പണ്ട് മുതലേ അറിയാവുന്നതല്ലേ. √3 10th പഠിക്കാനാണ്. എത്രയായിരുന്നു? 1.73. 1.73 അല്ലെ. ഓക്കെ. അപ്പൊ അതിന്റെ വാല്യൂ അറിഞ്ഞു വെച്ചേക്കണം. അപ്പൊ ഇത്രയും വരെ ഓർത്ത് നോക്കാം. ഇനി ഇതിന്റെ റിവേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാം. റിവേഴ്സ് ക്വസ്റ്റ്യന് പഠിക്കുന്ന സമയത്ത് ഓർത്തിരിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മൊമെന്റ് തരും, എന്നിട്ട് n ചോദിക്കും. മാഗ്നറ്റിക് മൊമെന്റ് തരും, എന്നിട്ട് എന്ത് ചോദിക്കും? n ചോദിക്കും. അപ്പൊ നിങ്ങൾ ഫ്രാക്ഷൻ ഒഴിവാക്കുക. എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ അവോയ്ഡ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. അപ്പൊ ഇത് തരുവാണ് മാഗ്നറ്റിക് മൊമെന്റ് 3.81. n എത്രയാണ്? ഈ ഇക്വേഷനൊക്കെ എഴുതണം. എന്ത് ചെയ്യണം? അതിന്റെ ടിപ്പ് പറഞ്ഞത് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻ അല്ലെ, ഇത് കഴിഞ്ഞിട്ട് വേണ്ട. അപ്പൊ എന്തായിരിക്കും ആൻസർ? n = 3. n = 3 കണ്ടോ? മാഗ്നറ്റിക് മൊമെന്റ് കണ്ടോ? അവർ ചോദിക്കും
1.73. n എത്രയാ? ഈ ഫ്രാക്ഷൻ ഒഴിവാക്കി എത്രയാ? 1. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അല്ലാതെ ഗൈഡുകളില് ബുക്കുകളിൽ അവരെന്ത് ചെയ്യും? ഏത് ഇക്വേഷൻ കൊണ്ടുവരും? ബുക്കുകളിൽ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്തത് ഒന്ന് പറഞ്ഞേ. ശരിക്കും ചെയ്യണമെങ്കിൽ ഇതിനെ സ്ക്വയർ ചെയ്യണം, ഇതിനെ സ്ക്വയർ ചെയ്യണം, എന്നിട്ട് ഇതെന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ എന്ത് വരും? n² + 2n അല്ലെ? എന്നിട്ട് എന്ത് ഇക്വേഷൻ വരും അല്ലെ? അറിയാലോ, a + b. ആ ഇക്വേഷനിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കും ഗൈഡുകളിൽ അല്ലെ. പ്രോപ്പർ വേ അതാണ്. പക്ഷെ അങ്ങനെ ചെയ്യണ്ട. ഇനി ഇതിന്റെ കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഏതാ? ഇതിന്റെ തൊട്ട് താഴെ കിടക്കുന്നത് ആണോ? എന്തായിരുന്നു? M27 കേട്ടോ. 27 കൊബാൾട്ടിന്റെ M27 മാഗ്നറ്റിക് മൊമെന്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ഇതിനെ വിളിക്കുന്ന വേറൊരു പേരെന്തായിരുന്നു? ഇതിന് ഈ കുറെ പേരുകൾ വിളിക്കുമല്ലോ. ഇത് എന്തായിരുന്നു? ആക്ച്വലി മാഗ്നറ്റിക് മൊമെന്റ്. പിന്നെന്താ? സ്പിൻ ഓൺലി കോണ്ടന്റ് നമ്പർ. ഇതിനെ വിളിക്കുന്ന വേറെ പേരെന്താ? സ്പിൻ ഓൺലി കോണ്ടന്റ് നമ്പർ. എത്ര സ്പിൻ കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ട്? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമെട്രിക്കൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, സ്പിൻ കോണ്ടന്റ് നമ്പർ. ഇതിന് അവര് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ, സ്പിൻ ഓൺലി കോണ്ടന്റ് നമ്പർ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഏതൊക്കെ പ്ലാറ്റ്ഫോം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആ രീതിയിലെല്ലാം കൊണ്ടുവരണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിപ്പോ എവിടെ നിൽക്കുന്നത്? D&F. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് D&F ആണ്. നേരെ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് പോവാം. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. എക്സാമ്പിൾ 9.7 ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഓർഡറിൽ വരുമ്പോൾ എത്രാമത്തെ ചാപ്റ്റർ? അത് തന്നെ അല്ലേ? 5 അല്ലെ? അപ്പൊ 5.7 കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കാം. വിത്ത് ആൻസർ ഉള്ളതാണ്. അതിന്റെ ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചേക്കുന്നത്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഇതില്ല, ബാക്കിലല്ല, എക്സാമ്പിൾ വിത്ത് ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. ആ ചോദ്യം ഡിയും ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ എന്താണ്, ഇത് ഡിയിലാണ് കിടക്കുന്നത്, പക്ഷെ ക്വസ്റ്റ്യൻ എവിടെ വരണേ? കോർഡിനേഷൻ കോമ്പൗണ്ടിൽ. ആ ചോദ്യത്തിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് അത് മനസ്സിലാവും നോക്കട്ടെ. അവർ ചോദിച്ചേക്കുന്നത് എങ്ങനെയാണ്? ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് MnBr4 2- ഈസ് 5.9 bm. bm എന്ന് പറഞ്ഞാൽ എന്താ? ബോർ മാഗ്നറ്റോൺ കേട്ടോ. ഓർത്ത് നോക്കുക, ഈ മാഗ്നറ്റിക് മൊമെന്റ് യൂണിറ്റ് ആണ് ബോർ മാഗ്നറ്റോൺ. അപ്പൊ അവര് ക്വസ്റ്റ്യൻ തന്നേക്കാണ് MnBr4 ഈസ് 5.9 bm. Predict the geometry of the complex ion. എന്തായിരിക്കും ആൻസർ? 5.9. 5.9. ചോദ്യം കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. അവർ ചോദിച്ചേക്കുന്നത് ഇതാണ് MnBr4. എന്നിട്ട് മാഗ്നറ്റിക് മൊമെന്റ് എന്താ തന്നേക്കുന്നത്? 5.9 bm. 5.9 bm. ഇത് തന്നാൽ നിങ്ങൾ ആദ്യം എന്ത് എഴുതണം? ഈ ഇക്വേഷൻ എഴുതണം. നേരത്തെ ഇക്വേഷൻ u = √n × n+2. രണ്ടാമത് n n എന്ന് പറഞ്ഞാൽ എന്താ? അൺപെയ്ഡ് ഇലക്ട്രോൺ. n എത്രയായിരിക്കും? n = 5. n = 5. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. ഇനി MnBr4 എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ആണ് അയാൾക്കുള്ളത്. MnBr4ന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എന്തായിരിക്കും? ഒന്ന് ടെട്രാഹെഡ്രൽ. കോർഡിനേഷൻ നമ്പർ 4 വന്നാൽ ടെട്രാഹെഡ്രൽ ഓർ സ്ക്വയർ പ്ലാനർ. കേട്ടോ, ഓർത്ത് നോക്കുക എന്തൊക്കെയായിരിക്കും? ടെട്രാഹെഡ്രൽ ഓർ സ്ക്വയർ പ്ലാനർ. അപ്പോ ഇവിടെ അത് വീക്ക് ലിഗന്റ് ആണ് അല്ലെ? വീക്ക് ലിഗന്റ് ആണ്. വീക്ക് ലിഗന്റ് വരുന്ന സമയത്ത് n = 5 വന്നാൽ എന്തായിരിക്കും? അത് എസ്. വീക്ക് ലിഗന്റ് വെച്ചാൽ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞേക്കുന്നത്? എസ് വെച്ചിട്ട്. അപ്പൊ എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? sp3 കേട്ടോ. അപ്പൊ ഇതും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേ നമ്മളന്ന് പറഞ്ഞേക്കുന്ന ലോജിക് ഉണ്ട് അല്ലെ? അപ്പൊ ആൻസർ എന്തായിരിക്കും? sp3. ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. അപ്പോ ഇത് നമ്മൾ നേരത്തെ നോക്കുന്ന മെത്തേഡ് കൊണ്ടുവന്നു.
സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ DsP2 എന്താ വരണ്ടേ? DsP2 സ്ക്വയർ പ്ലാനർ. സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ എത്ര n വരും അത് പറഞ്ഞേ. സ്ക്വയർ പ്ലാനർ ആയിരുന്നു വെച്ചെങ്കിൽ, ഇത് സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ n എത്ര വരും അത് പറഞ്ഞേ. സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ n എത്ര വരും? 4 കേട്ടോ, ഓർത്ത് നോക്കാം. n 4 വരും. കാരണം എന്താ? DsP2 ആ ഡിയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? മാറും അല്ലെ? എത്രയുണ്ട് ഇപ്പോ? ഇതാണ് നോക്കിയേ, കയ്യിൽ എത്രയുണ്ട്? 5. ഇത് 5D ആണെന്ന് കരുതാം. എത്ര അൺപെയ്ഡ് ഉണ്ട് മാഗ്നീസിന്? 1 2 3 4 5. ഇതാണ് 3D5. ഇനി sp3 എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ നിന്ന് ഒരു s, ഇവിടെ നിന്ന് 3p, അങ്ങനെ എടുത്തു പോയി. DsP2 എന്ന് പറഞ്ഞാൽ ഡിയിൽ നിന്ന് ഒരു ബോക്സ് എടുക്കും. അപ്പൊ ഈ ഇലക്ട്രോൺ ഇവിടെ പോയി പെയർ ആകും. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ഒരു പെയർ ആയി. ബാക്കി എത്ര ഉണ്ടാവും? 3 അൺപെയ്ഡ് കേട്ടോ, ഓർത്ത് നോക്കാം. എത്ര വരും? 3 അൺപെയ്ഡ് വരും. അപ്പോ അൺപെയ്ഡ് ഇലക്ട്രോൺ എത്ര വരും? 3. DsP2 ആണെങ്കിൽ അൺപെയ്ഡ് 3 വരും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരെണ്ണം പോവില്ലേ, കട്ടാവും. 5 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പോയി, ഒരു ബോക്സ് പോയി. ബാക്കി എത്ര ഉണ്ട്? 4. അതിൽ ഒരെണ്ണം ഇപ്പുറത്ത് പെയർ ആയി. അപ്പൊ 3. ഞാൻ വരച്ച് കാണിച്ചു തരാം. പെയർ ആവുമ്പോ ലൂസ് ആവുന്നതല്ല, കാണിച്ചു തരാതെ. ഇതാണ് D. ഇത് എസിലെ ഇലക്ട്രോൺസ് ഇല്ല, കണ്ടോ, ഓർത്ത് നോക്കുക. എസ് ഇവിടെ P കണ്ടോ. DsP2 എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? D ഒരെണ്ണം മാറ്റണം. ഈ ഇലക്ട്രോൺ പോയി ഇവിടെ വരും. കണ്ടോ, ഓർത്ത് നോക്കാം. ഈ D എടുത്തു. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടേക്ക് ആര് വരും? കണ്ടോ, ഇത് പെയർ ആയിട്ട് വരും. ഇവിടേക്ക് ആരാ വരുന്നേ? ഇവിടെ വരും. BR ആണെങ്കിൽ BR അല്ലെങ്കിൽ വരും. ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ വന്നില്ലേ? ഇപ്പൊ എത്ര അൺപെയ്ഡ് ഉണ്ട്? 1 2 3 അൺപെയ്ഡ് വരും കേട്ടോ. 3 അൺപെയ്ഡ് വരച്ചു നോക്കണം കേട്ടോ. ഓക്കെ. ഇപ്പൊ ഞാനും പറഞ്ഞപ്പോ ഉണ്ടോ മൈൻഡിൽ പോകുന്നത്? വരച്ചു നോക്കണം, അല്ലെങ്കിൽ കൈ വെച്ച് നോക്കണം കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ എറർ വരില്ല കേട്ടോ. കൈ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. കൈ വെച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എൻട്രൻസിന് വേണ്ടിയിട്ടാ. DsP2 ശരി. ഇവിടെ കട്ട് ചെയ്ത DsP2 ശരിയാ. DsP2 ഉണ്ടോ, ഓർത്ത് നോക്കാം. DsP2 എത്രയാ? 4 വന്നു കേട്ടോ. ഓക്കെ. എൻട്രൻസിനൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കൈ വെച്ച് പറയുന്നത്. ഒരിക്കലും എറർ വരില്ല കൈ വെച്ച് പ്രാക്ടീസ് ചെയ്താ. അപ്പൊ ആ സമയം അല്ലേ നമ്മൾ എപ്പോഴും ഈ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളൊരു 30 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്നല്ലേ കൊണ്ടുവരിക. നിങ്ങൾ വരച്ചു നോക്കാൻ സമയം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും വരച്ചു നോക്കുക, ക്ലിയർ ആയിട്ട് കൊണ്ടുവരാം കേട്ടോ. sp3 ആകുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങും. S 3p ഉണ്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് വരും അല്ലെ? നേരത്തെ ആദ്യം കാണിച്ച പോലെ 5 അൺപെയ്ഡ് വരും കേട്ടോ. ഓർത്ത് നോക്കുക. ഇത് എന്തായാലും കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ എടുത്തു വെക്കുന്ന ടോപ്പിക് എന്തായിരുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്. എന്ത് ഇൻക്രീസ് ചെയ്യും? മാഗ്നറ്റിക് മൊമെന്റ് ഓൾസോ ഇൻക്രീസസ് അല്ലെ? ഓർത്ത് നോക്കുക. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. ഇനി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെറോ മാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, പിന്നെന്തുണ്ട്? ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ്ലി പെയ്ഡ്, കംപ്ലീറ്റ്ലി ഫില്ല് വന്ന ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ എന്ത് വരും? അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് അല്ലെ? അതിൽ തന്നെ ഏകദേശം 4 അൺപെയ്ഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫെറോമാഗ്നറ്റിസം. അയൺ എത്ര അൺപെയ്ഡ് ഉണ്ട്? 4 ഉണ്ട് അല്ലെ? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. പാരാമാഗ്നറ്റിക്സിന്റെ ഡെഫിനിഷൻ എന്താ? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. ഓർത്ത് നോക്കാം. ഡയാമാഗ്നറ്റിസം എന്തായിരിക്കും? വീക്ക്ലി റിപ്പൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് എന്താണ്? ഇപ്പൊ കളർ കഴിഞ്ഞു അല്ലെ? 9th ടോപ്പിക് ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറഞ്ഞ്. 10th എന്നൊക്കെ പറയുമ്പോൾ ഏകദേശത്ത് വരും. 10th അല്ലെന്ന് തോന്നുന്നു. വീണ്ടും നോക്കാം. എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. അതിനു മുമ്പ് ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്, കോർഡിനേഷൻ കോംപ്ലക്സസ് കേട്ടോ. ഓർത്ത് നോക്കാം. കോർഡിനേഷൻ കോംപ്ലക്സസ് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്, അത് കഴിഞ്ഞ പിന്നെ ആലോയി കേട്ടോ. ഓർത്ത് നോക്കാം. അത്രയുള്ള ടോപ്പിക്സ് ശ്രദ്ധിക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട്, വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്? അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് അവർ ഉപയോഗിക്കില്ല, കോംപ്ലക്സസ്. എങ്ങനെ ഉപയോഗിക്കാം? കോംപ്ലക്സസ്. ഡി ബ്ലോക്ക് എലമെന്റ് എക്സിബിറ്റ് എന്തായിരുന്നു? കോംപ്ലക്സസ് ഓർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. വൈ? ഇതാണ് ചോദ്യം.
അതിന്റെ ആൻസർ 3 പോയിന്റ് ആണ്. എന്തൊക്കെയായിരുന്നു? അല്ലല്ല, സ്മോൾ സൈസ്, അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ, ഹൈ അയണിക് ചാർജ്. ഈ 3 പോയിന്റ്സ് ആണ് എഴുതേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോർമേഷൻ വാട്ട് ഇസ് റീസൺ എന്ന് ചോദിച്ചാൽ 3 പോയിന്റ്സ് ആണ്. ഏതൊക്കെയായിരുന്നു പറ? സ്മോൾ സൈസ്, അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ, ഹൈ അയണൈസേഷൻ എന്താൽപി കേട്ടോ, ഓർത്ത് നോക്കാം. ഹൈ അയണൈസേഷൻ എന്താൽപി. ഒരു കാര്യം ശ്രദ്ധിക്കുക, വീട്ടിൽ പോയിട്ട് ഒരു ടോപ്പിക് ആയിട്ട് ഈ ചാപ്റ്റർ നോക്കല്ലേ. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയല്ല, ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ ടോപ്പിക്ക് പറയാൻ പറ്റിയാൽ മാത്രമേ ഇതിൽ മാർക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും കൂടി മിക്സ് ആകും. അൺപെയ്ഡ് ആവശ്യമില്ലാത്തതിന് അൺപെയ്ഡ് എഴുതും, ഇതിന് എന്ത് ചെയ്യും അങ്ങനെ ഒക്കെ കൂടി മിക്സ് ആകുന്നതുകൊണ്ട് ഓർഡർ കറക്റ്റ് ആയിരിക്കണം. ഇനി അടുത്താണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അത് വിട്ടിട്ടുണ്ട്. കാറ്റലിസ്റ്റിന്റെ റീസൺ എന്തായിരുന്നു? സർഫസ് ഏരിയ എന്ത് പറ്റും? ലോവറിംഗ് ദ ആക്ടിവേഷൻ എന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഈ കാറ്റലിസ്റ്റിന്റെ റീസൺ അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന D&F നിന്നാണ് കൂടുതൽ കാറ്റലിസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെ. നമ്മൾ ഓർഗാനിക്കിലൊക്കെ പഠിച്ചതല്ലേ റിഡക്ഷൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ പറഞ്ഞേ. റിഡക്ഷൻ കുറെ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ റിഡക്ഷൻ. ഏതൊക്കെയാ? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്, നിക്കൽ ഓർ പലേഡിയം. ഇതൊക്കെ എവിടെ കിടക്കുന്ന? D&F ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ഹേബർ പ്രോസസ്, അമോണിയയുടെ പ്രിപ്പറേഷൻ ആണ് 11th പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തില് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതായിരുന്നു? അയൺ കേട്ടോ, അത് വൈ. അങ്ങനെയാണ് ചോദ്യം വരിക കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് വൈ ഫോർമേഷൻ. സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ഏതിലായിരുന്നു? ഇതിന്റെ ആപ്ലിക്കേഷനിൽ പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ എന്തിനാ ഉപയോഗിച്ചേക്കണെന്ന് കേട്ടോ, ഓർത്ത് നോക്കാം. കോണ്ടാക്ട് പ്രോസസ്സിൽ ഏതാ ഉപയോഗിക്കുന്നത്? വനേഡിയം പെന്റോക്സൈഡ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ചോദ്യങ്ങൾ വരെ. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. കോണ്ടാക്ട് പ്രോസസ്, പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ദേ യൂസിങ് വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം D&F വരുന്ന വൈ. അങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവുന്നത്. ചോദ്യത്തിന്റെ ഫോർമാറ്റ് അവർ ഭംഗിയായിരിക്കും. ആൻസർ എന്തായിരിക്കും? പറഞ്ഞ 2 പോയിന്റ്. കാറ്റലിസ്റ്റിന്റെ റീസൺ എന്താ? അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. അഡോപ്റ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ പറയണം. കാറ്റലിസ്റ്റ് ലോവർ ദ ആക്ടിവേഷൻ എനർജി. പിന്നെ മൂന്നാമത് നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിച്ച കാറ്റലിസ്റ്റിന്റെ ഡെഫിനിഷൻ എഴുതണം. എന്തായിരുന്നു കെമിക്കൽ? പ്രൊവൈഡ് ഓൾട്ടർനേറ്റ് പാത്വേ കേട്ടോ, ഓർത്ത് നോക്കാം. പ്രൊവൈഡ് ഓൾട്ടർനേറ്റ് പാത്വേ. അത് കെമിക്കൽ കൈനറ്റിക്സിൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടിക്കണ്ട, ഓർത്ത് നോക്കാം. ആ പോയിന്റ് കൂടി എഴുതി കഴിഞ്ഞാൽ അത് ഫില്ലായി. ഇനിയാണ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. കാറ്റലിസ്റ്റ് വരുമ്പോൾ എന്ത് പറ്റും? റിയാക്ഷന്റെ സ്പീഡ് കൂടും. സ്പീഡ് എങ്ങനെ കൂട്ടുന്നത്? അത് ആക്ടിവേഷൻ എനർജി കുറയുമ്പോൾ പെട്ടെന്ന് ഷോർട്ട് കട്ടിൽ കൂടി എത്തും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി ലോവർ ആക്കും. അതാണ് ആ പാത്ത് കുറയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആണ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ഡെഫിനിഷൻ എന്താണ്? സ്മോൾ ആറ്റം ലൈക്ക് എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ എക്സെട്ര. ട്രാപ്പ് ഇൻ ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ആ വേർഡ് ഉപയോഗിക്കണം കേട്ടോ. ട്രാപ്പ് ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇപ്പൊ ഇവിടെ ഒരു എന്താണ് ഗോൾഡ് അല്ലെങ്കിൽ അയൺ ഞാനെടുത്ത് മെൽറ്റ് ആവുന്നു. ആ മെൽറ്റ് ആവുന്ന സമയത്ത് നൈട്രജൻ പോലെയുള്ള ചെറിയ മോളിക്യൂൾ അതിൻ്റെ ഉള്ളിൽ ട്രാപ്ഡ് ആവും. ആ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ അതിനെയാണ് അതെന്താ? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അതിനുള്ളിൽ ട്രാപ്ഡ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ഡെഫിനിഷൻ ആദ്യം പഠിക്കണം. എന്തൊക്കെയായിരുന്നു? സ്മോൾ മോളിക്യൂൾ ലൈക്ക് ഹൈഡ്രജൻ, നൈട്രജൻ എക്സെട്ര ട്രാപ്ഡ് ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ലാറ്റിസ് ഓഫ് മെറ്റൽ. ദിസ് ഇസ് നോൺ ആസ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് ആകുമ്പോൾ വരുന്ന 3 ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഹയർ ആകും. രണ്ടാമത്തെ പോയിന്റ് മെറ്റൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെന്തായിരുന്നു? ഇനേർട്ട് ആവും കേട്ടോ. കെമിക്കലി ഇനേർട്ട്നെസ്. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവില്ല, റിയാക്ടിവിറ്റി കുറയും കേട്ടോ, ഓർത്ത് വെക്കാം. കെമിക്കൽ ഇനേർട്ട്നെസ് ഫീൽ ചെയ്യും. അപ്പൊ ഈ 3 പോയിന്റ്സുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് അതിലെ ടോപ്പിക് അലോയ് ആണ്. എന്തായിരുന്നു? അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് മെറ്റൽ ഓർ നോൺ മെറ്റൽ ഓർ മെറ്റൽ അല്ലെ, ഓർത്ത് വെക്കുക. അതിനാണ് എക്സാമ്പിൾ ബ്രാസ്, ബ്രൗൺസ് എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾസ്. ഇത്ര എത്തുമ്പോൾ ഏകദേശം ഒരു 13 ടോപ്പിക്സ്
ഈ ചാപ്റ്ററിന്റെ മെയിൻ ആദ്യം മുതലുള്ള ഹെഡിങ്സ് ആണ്. ഈ ഹെഡിങ്സ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഹെഡിങ്സ് നിങ്ങൾക്ക് കിട്ടണം. ആ ഹെഡിങ് കേൾക്കുമ്പോൾ അതിന്റെ മെയിൻ പോയിന്റും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ ടോപ്പിക് ഉള്ളത്? പ്രിപ്പറേഷൻ ഓഫ് KMNO4, അത് ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിക്കണം. പിന്നെന്തായിരുന്നു? KMNO4ന്റെ പ്രിപ്പറേഷൻ, ഒപ്പം എന്തുണ്ടാവും? സ്ട്രക്ചർ ഓഫ് KMNO4. തേർഡ് എന്താണ്? ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് KMNO4. കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി അത് കഴിഞ്ഞാൽ ആദ്യം K2Cr2O7 ആണ് കേട്ടോ, അത് കഴിഞ്ഞാൽ KMNO4 വരുന്നത്. ഫസ്റ്റ് K2Cr2O7 ആണ്. KMNO4 കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഓർത്ത് വെക്കുക എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് K2Cr2O7, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതിന്റെയും സ്ട്രക്ചർ, ഓക്സിഡൈസിങ് ആക്ഷൻ. അതാണ് മിഡിൽ ഏരിയയിൽ നിങ്ങൾ എഴുതി പഠിക്കാനായിട്ടുള്ള റിയാക്ഷൻ ആയിട്ടുള്ളത്. എഴുതി പഠിക്കാനായിട്ടുള്ള റിയാക്ഷൻ ആണ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ. K2Cr2O7ന്റെ 3 ഇക്വേഷൻസ് ഉണ്ട്. KMNO4ന്റെ പ്രിപ്പറേഷൻ 2 എണ്ണം ഉണ്ട്. സ്ട്രക്ചർ ഈസി ആണ് രണ്ടും. ഇനി കളർ ചേഞ്ച് എന്ന് പറഞ്ഞു K2Cr2O7 അതിന്റെ കളർ എന്തായിരിക്കും? യെല്ലോ ടു ഓറഞ്ച് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഓറഞ്ച് ആണ് K2Cr2O7. K2Cr2O7 എന്താ? ഓറഞ്ച് ആണ്. അത് അതിന്റെ തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ നോക്കിയാൽ അറിയാം, യെല്ലോ അല്ലെ? യെല്ലോയിലേക്ക് അസിഡിക് മീഡിയം ഇടും. അസിഡിക് മീഡിയം ഇടുമ്പോഴാണ് അതെന്തായി മാറുന്നേ? ഓറഞ്ച് ആയിട്ട് മാറുന്നേ. ഇനി മറ്റേതിന്റെ ചേഞ്ച് എന്തായിരുന്നു? ഗ്രീൻ ടു പർപ്പിൾ. MnO4 അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ? KMnO4. KMnO4ന്റെ കളർ എന്തായിരുന്നു? പർപ്പിൾ കേട്ടോ. K2MnO4 അതിന്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ. ഗ്രീൻ ടേൺ ടു പർപ്പിൾ. ഇതാണ് എന്തുകൊണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് ബോർഡിൽ കൂടുതൽ ടൈപ്പ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ ഫോളോയിങ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ മിക്കൊന്നും നോക്കിക്കോ, നിങ്ങൾ നമ്മൾ തന്നേക്കുന്ന ബുക്കിലൊക്കെ നോക്കിയോ, പാസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ഒരു സൈഡിൽ തരും, മറ്റു സൈഡിൽ തരില്ല. ആ രീതിയിൽ അതിന് ഓക്സിഡൈസിങ് ആക്ഷന്റെ ഏരിയ നോക്കണം. ഇക്വേഷന്റെ സൈഡാണ്. ഇത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത ടോപ്പിക്? എഫ് ബ്ലോക്ക് എലമെന്റ്. എഫ് ബ്ലോക്ക് എലമെന്റിൽ എന്തൊക്കെയായിരുന്നു? ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. എഫ് ബ്ലോക്കിൽ എന്തൊക്കെയല്ലേ? ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സിന് എന്താ വിളിക്കുന്നത്? ഡെഫിനിഷൻ ലാന്തനോയിഡ്സ് എന്തായിരുന്നു? 4F സീരീസ് ഇൻ എ എഫ് ബ്ലോക്ക് കേട്ടോ. എഫ് ബ്ലോക്കില് 4F സീരീസിന് വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ്സ്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കണം? ദ എലമെന്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ലാന്തനം ടു ലുട്ടീഷ്യം എന്ന് പറഞ്ഞേ. ദ എലമെന്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ലാന്തനം ടു ലുട്ടീഷ്യം. ദെൻ തേർഡ് പോയിന്റ്, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞു വെക്കണം. എന്തായിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? നമ്മൾ ഓർത്തു വെക്കുക. ഇത് കണ്ടോ, 4F, അത് കഴിഞ്ഞാൽ 5T, ഇത് കഴിഞ്ഞാൽ എന്താ? 6S. 4F 1 to 40. 5D എന്ത് വരും? 0 to 1. 6 എന്തായിരിക്കും? 1 to 2 അല്ലെങ്കിൽ 0 to 2 തന്നെ കൊടുത്തു. അപ്പോ ഈ രീതിയിലാണ് നിങ്ങൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതിന്റെ? ലാന്തനോയിഡ്സിന്റെ. അപ്പൊ ആക്ടിനോയിഡ്സിന്റെ എന്തായിരിക്കും? ആക്ടിനോയിഡ്സ് പഠിക്കുമ്പോൾ ഇത് ഒരു നമ്പർ കൂട്ടിയാൽ 6ന് 7 ആകും, ഇതെന്താവും? 6 ആകും, ഇത് എത്രയാവും? 5. അപ്പോ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും കമ്പയർ ചെയ്ത് പഠിക്കാം അല്ലെ? ആക്ടിനോയിഡ്സിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? 5F സീരീസ് ഇൻ എ എഫ് ബ്ലോക്ക് എലമെന്റ്. അതിനെയായിരിക്കും നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്ടിനോയിഡ്സ് ഉണ്ടോ? ഓക്കെ. ഇനി ഇതിൽ രണ്ടിലും ഒരേ സ്റ്റൈലിലാണ് പഠിച്ച് തുടങ്ങേണ്ട കാര്യം. അതിൽ എന്തായിരുന്നു അടുത്ത പോയിന്റ്? ഇനി നെക്സ്റ്റ് അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ മെയിൻ കാര്യം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്തായിരിക്കും ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ദ ഓവറോൾ സൈസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ലാന്തനം ടു ലുട്ടീഷ്യം. ദിസ് ഇസ് നോൺ ആസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ദ ഓവറോൾ സൈസ് gradually decreases from lanthanum to lutetium is known as lanthanoid contraction. Then consequence ഉണ്ട് അല്ലെ? ഓർത്തോക. റീസൺ ഫോർ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഓർ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ചോദിച്ചാൽ രണ്ടിനും ഒരേ വേർഡ് ആണ് ആൻസർ. എന്താണ്? പുവർ ഷീൽഡിംഗ് എഫക്ട്. എന്താ പറയാ? പുവർ ഷീൽഡിംഗ്. അനദർ വേർഡ് എന്ത് ഉപയോഗിക്കും? പുവർ സ്ക്രീനിങ് എഫക്ട്. അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കും? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ്. എന്താ പറയുക ഉപയോഗിക്കുക? ഇംപെർഫെക്റ്റ്. അപ്പൊ ഒരു ഗൈഡിലോ ബുക്കിലോ അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്ക് വേറെ ഇതെല്ലാം ഒരേ വേർഡ് ആണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഓർത്തു വെക്കാം. അപ്പൊ ആ വേർഡ് ഒന്ന് ഓർത്തു വെച്ചേക്കണം. റീസൺ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത പോയിന്റ്, കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണ്? സിമിലർ ആറ്റമിക് സൈസ് ആൻഡ് റേഡിയസ്. ഏതാണ് എക്സാമ്പിൾ? സിർക്കോണിയം ആൻഡ് ഹാഫീനിയം കേട്ടോ. അത് സിർക്കോണിയം ഹാഫീനിയം ഇവിടെ ഒരു സ്റ്റോണിൽ ഒരുമിച്ച് നാച്ചുറൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സിർക്കോണിയം ആൻഡ് ഹാഫീനിയം എന്തായിരുന്നു? അതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അത് നാച്ചുറലി എക്സിസ്റ്റ് ഇൻ എന്താണ്? നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്
ഡിഫിക്കൽട്ട് ആണ് ആക്ച്വലി കേട്ടോ. ഓർത്ത് വെക്കുക, അതാണ് ഓർത്ത് വെക്കേണ്ടത്, എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക. ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഷുവർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള രണ്ട് ഏരിയ, ഇപ്പൊ ഈ ലാന്തനോൾ കോൺട്രാക്ഷൻ അതിന്റെ കോൺസിക്വൻസും, ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. 3 എലമെന്റ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സിറിയം, പിന്നെന്താണ് യൂറോപ്പിയം, പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ഇട്രിബിയം കേട്ടോ. ഓർത്ത് നോക്കാം, വേറെ 2 കൂടി ആഡ് ചെയ്യാം, പക്ഷെ ഈ 3 കോൺസിക്വന്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാ പഠിക്കണം? സിറിയം, യൂറോപ്പിയം, ഇട്രിബിയം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തേ, സിറിയം, യൂറോപ്പിയം, ഇട്രിബിയം കേട്ടോ. ക്ലിയർ ആണോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുക കേട്ടോ. ഈ 3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ അറിഞ്ഞു വെക്കണം, കമ്പയർ ചെയ്യണം, അതിൽ നിന്നാണ് ചോദ്യം ഉണ്ടാവുന്നത്. സിറിയം, സിറിയം എന്ന് പറയുമ്പോ സിഇ 6s2 5d1 4f1 ഉണ്ടോ. അപ്പൊ സിറിയം +4 എത്തുമ്പോ എന്ത് പറ്റും? ആരെ പോലെ ആവും? +4 വന്ന ഇത് കണ്ടോ, ഇവിടെ നിന്ന് 2ഉം 1ഉം എല്ലാം റിമൂവ് ചെയ്യും. എന്നിട്ട് ആരെ പോലെ ആവും? നോബിൾ ഗ്യാസ്. നോബിൾ ഗ്യാസിനെ പോലെ എന്താവും? സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. അപ്പൊ സിറിയത്തിന് എന്ത് എക്സിബിറ്റ് ചെയ്യും? Ce+4, അതാണ് അതിന്റെ സ്റ്റേബിൾ കേട്ടോ. ഓർത്ത് വെക്കാം, വൈ, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ സിറിയം എഴുതും, എന്നിട്ട് താഴെ എഴുതി വെക്കുക എന്താണ്? സിറിയം +4 എക്സിബിറ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കേട്ടോ. അതാണ് ആൻസർ വരിക. അടുത്ത് യൂറോപ്പിയം, EU. യൂറോപ്പിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞേ, 6s2 5d0 4f7. ഇനി YB ഇട്രിബിയം എന്തായിരുന്നു? 6s2 5d0 4f14. ഇവർക്ക് രണ്ടുപേർക്കും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഫേവറബിൾ. കാരണം എന്താ? ഇവിടെ നിന്ന് +2 എന്ന് പറഞ്ഞാൽ ഈ SC-ന്ന് 2 ഇലക്ട്രോൺ പോകും. അപ്പൊ 4f7, 7 എന്ന് പറഞ്ഞാൽ Fന് 7 ബോക്സ് ആണുള്ളത്. അതില് സിംഗിളി അല്ലെ അൺപെയർഡ് ആയാലും പെയർഡ് ആയാലും സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ എല്ലാം കംപ്ലീറ്റ്ലി അൺപെയർഡ് ആണ്, അതുകൊണ്ട് ഇതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. യൂറോപ്പിയം +2, വൈ, ഇതാണ് ചോദ്യം. ഇട്രിബിയം എന്തായിരിക്കും? +2 ആണ് കണ്ടോ. SC-ന്ന് 2 പോയ 4f14 ആണ്. 4f14 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അങ്ങനെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയാലും സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോ ഈ 2 ആൾക്കാർക്കും സ്റ്റെബിലിറ്റി ഹയർ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ ഇപ്പോഴേ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകാം കേട്ടോ. ഈ 3 കിട്ടുമല്ലോ. ഓക്കെ അല്ലേ? ചോദിക്കൂ കേട്ടോ, മാച്ച് കഴിഞ്ഞാൽ ചോദിക്കുമ്പോ. ദെൻ ലാസ്റ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് മിഷ് മെറ്റൽ ആണ്. വാട്ട് യു മീൻ മിഷ് മെറ്റൽ? അലോയ് ആണ്. എന്തായിരുന്നു? അപ്രോക്സിമേറ്റ്ലി 95% ലാന്തനോയിഡ്സ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 5% അയേൺ ആൻഡ് ട്രേസസ് ഓഫ് എന്തായിരുന്നു? എലമെന്റ് അല്ലെ, കാർബൺ, സൾഫർ, മെഗ്നീഷ്യം എക്സെട്ര. ഏത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ട്രേസസ് ആയിട്ടുണ്ടാവും. ദീസ് അലോയ് ഈസ് നോൺ ആസ് മിഷ് മെറ്റൽ. യൂസ് ചെയ്യുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ബുള്ളറ്റ്സ്, ഷെൽസ്, ലൈറ്റ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ അത് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ യൂസസ് ഓർത്ത് നോക്കുക കേട്ടോ. അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെന്റേജ്? 95% ലാന്തനോയിഡ്സ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി 5% അയേൺ. അലോയ് ആണ് കേട്ടോ. അലോയുടെ പെർസെന്റേജ് ആണ് പറയുന്നത്. അപ്പൊ ഇത് ഓർത്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ മെയിൻ കണ്ടന്റ്. ഈ ടോപ്പിക്സ് നിങ്ങൾ കറക്റ്റ് ആക്കി വെക്കുക. ഇപ്പൊ ഇതില് നമ്മള് ഓക്സിഡൈസിങ് ആക്ഷൻ അല്ലെ, അല്ലെങ്കിൽ അത് മാത്രമാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ആദ്യത്തെ ഒരു 11 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു തുടങ്ങണം കേട്ടോ. ഓക്കെ, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഈ ബുക്ക് ഇനി എല്ലാ ക്ലാസ്സുകളിലും കൊണ്ടുവരണം കേട്ടോ. ഈ ബുക്ക് എല്ലാ ക്ലാസ്സുകളിലും കൊണ്ടുവരണം കേട്ടോ, മറക്കരുത്. തരാം കേട്ടോ, കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ D&F, ഇവിടെ ശ്രദ്ധിക്കുക, ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. D&Fലെ ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്തോന്ന് ഞാൻ ചെക്ക് ചെയ്യും. ടിക്ക് ചെയ്തോന്ന് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, മോഡല് വരും, മോഡലിന്റെ മാർക്ക് വരും, പാരന്റ്സിനെ വിളിക്കും, ഇനി അങ്ങനെ ചില കലാപരിപാടിയൊക്കെ തുടങ്ങും, പ്രഷറൊക്കെ വരും അല്ലെ. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഞാൻ ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് പറയും ഇവിടെ എത്തിക്കോ, ഒരു 12 മണി വരെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലേ എടുക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ടൈം ഓറിയന്റഡ് ആയിട്ട് വീട്ടിൽ പോയിട്ട് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആയിട്ട് ടിക്ക് ചെയ്ത് തുടങ്ങണം കേട്ടോ. ദേവി തുടങ്ങണം കേട്ടോ. ഓക്കെ, അപ്പോ
വീട്ടിൽ പോയിട്ട് സാറേ അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങ് ടിക്ക് ചെയ്യാനായിട്ട് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ടിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു പ്രാവശ്യം വായിക്കുക, വിത്ത് ആൻസർ ഉണ്ട് നിങ്ങൾക്ക് ബാക്കിൽ. ആ ആൻസർ നോക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏകദേശം ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്തോ. 3 ടിക്കെങ്കിലും ചെയ്താലേ പഠിച്ചതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം എന്താ, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആൻസർ കിട്ടണം. ആ ടിക്ക് ചെയ്ത് ഞാൻ അന്ന് വായിച്ചതാണ്, അതിന്റെ ആൻസർ എനിക്ക് കിട്ടുന്നുണ്ടോ, അയ്യോ കിട്ടണല്ലോ, അപ്പുറത്ത് നോക്കിയാൽ അയ്യോ ഇതെനിക്ക് അറിയാവുന്നതല്ലേ, അങ്ങനെ ആവും. 3ാമത്തെ ടിക്ക് വരുന്ന സമയത്ത് എങ്കിലും എന്ത് ചെയ്യണം, അത് വളരെ കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ 3 ടൈമെങ്കിലും നിങ്ങൾ വായിച്ചത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിക്കില് ഓരോ ടോപ്പിക്ക് തന്നെ കണ്ടമാനം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ ബുക്ക് ഇട്ടേക്കുന്ന ഏതാ 2010 മുതൽ 2020 വരെയുള്ളതാണ്. അപ്പൊ ബാക്കി 4 വർഷമൊക്കെ ഉണ്ട് അല്ലെ, അത് നിങ്ങൾക്ക് അത് തന്നെ പേപ്പറായിട്ട് തന്നെ തരും, അത് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് മിക്സിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആടില്ലാത്ത പോർഷൻ ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് കാണാൻ വേണ്ടിയിട്ടാ, പേപ്പറായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഓർത്തു വെക്കുക, ഇതില് റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ അതിൽ ഓരോ ഹെഡിങ്ങിനും 1-2 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബുക്ക് എടുത്തു വെക്കുക. ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദി ഡി ബ്ലോക്ക് എലമെന്റ് ആണ് അല്ലെ, ഏറ്റവും ബാക്കിൽ നിന്ന് കേട്ടോ. അവിടെ നിന്ന് വായിച്ചോട്ടെ, ഉറക്കനെ വായിക്കുക കേട്ടോ. ബുക്കില്ലേ നിങ്ങൾക്ക്? കുഞ്ഞി ഇറുക്കിലേക്ക് വാങ്ങിച്ചു വെക്കുക, അതല്ല അല്ലെ. ഉണ്ടോ? ആ ഇവിടെ നിന്ന് വായിച്ചു, ഉറക്കനെ വായിച്ചു, നല്ല ലൗഡ് വോയിസിൽ വായിച്ചു. Zinc, cadmium, mercury are considered as block elements but not as transition elements. ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടല്ലോ, കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇല്ല, തരാം. തിരിച്ചു തന്നെ കേട്ടോ. ഇവിടെ നിന്ന് ഒരാൾ അപ്പുറത്ത് വിട്ടു കേട്ടോ, തിരിച്ചു വാങ്ങിച്ചേക്കണം കേട്ടോ. ഉറക്കനെ വായിച്ചു, വേമ്പ പോകണം കേട്ടോ. ഞാൻ വായിക്കാം. അക്കൗണ്ട് ദ ഫോളോയിങ് Zn, Cd, Hg are considered as a D block element but not as a transition element. Why? എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫിൽ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം കേട്ടോ. ഓർത്തു നോക്കുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1-ത്തിന്റെയോ 2-ത്തിന്റെയോ 3-ത്തിന്റെയോ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ. എന്നിട്ട് എന്ത് എഴുതണം? ട്രാൻസിഷൻ എലമെന്റ് ഡെഫിനിഷൻ എഴുതണം. ഡെഫിനിഷൻ എന്തായിരുന്നു അല്ലെ? കംപ്ലീറ്റ്ലി ഫിൽ ഡി ഓർബിറ്റൽ ഇൻ ജനറൽ സ്റ്റേറ്റ് ഓർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫുള്ളായിട്ട് എഴുതണം. അത് എഴുതണം, എന്നിട്ടാണ് നോട്ടാന്ന് എഴുതണം. ഇൻകംപ്ലീറ്റ്ലി ഫിൽ അങ്ങനെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ക്ലിയർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ സെയിം പാറ്റേൺ ആണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ട്രാൻസിഷൻ എലമെന്റ് അല്ലെ? അതുണ്ടോ, ഒരേ പാറ്റേൺ ആണ്. ആ ടോപ്പിക്കിന് വേറെ ഒന്നും ചോദിക്കാനില്ല. ഇനി 8.3 എന്ന് പറയുന്ന ടോപ്പിക്കില് 1 മാർക്കിന്റെ റീഡ് പാസേജ് അവിടെ കിടക്കട്ടെ. അതിൽ 4th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Why are Zinc, Cd and Hg non-transition elements? സെയിം പാറ്റേൺ അല്ലേ? ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ വന്നു എന്നുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ദെൻ 7th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Why are melting point of transition metal high? എന്തായിരിക്കും കേട്ടോ? ആ ഫുള്ളായിട്ട് പറയണം. അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓർ മെൽറ്റിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ് കേട്ടോ. ഓക്കെ, അങ്ങനെ എഴുതി വെക്കുക. മാർക്ക് നോക്കിയിട്ട് ചെയ്യുക. 1 മാർക്ക് ഉള്ളതുകൊണ്ട് അത്ര മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഈസ് Cu2+ അയൺ കളർ വൈൽ Zn2+ അയൺ ഈസ് കളർലെസ് ഇൻ അക്വ സൊല്യൂഷൻ? നിങ്ങൾ ആൻസർ പറയണ്ട, ഞാൻ ചോദിച്ചോളാം കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രൂപ്പായിട്ട് ഇത് ചെയ്യാം. ഇതില് ആ ലാസ്റ്റത്തെ 2 റോ 2 ഇതുണ്ടല്ലോ, ആ ടീമില് ആരെങ്കിലും പറഞ്ഞാൽ മതി, ബാക്കി ആൾക്കാർ ആരും പറയണ്ട. നിങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഡിസ്കസ് ചെയ്തോ, വേറെ ആരും പറയരുത്. ബാക്കിൽ ആൻസർ ഉണ്ട്, ആൻസർ പോയി നോക്കണ്ട ഇപ്പൊ കേട്ടോ. ഓക്കെ, അതിന്റെ ബാക്കിൽ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്, ആൻസർ പോയി നോക്കണ്ട. കളർ എന്ന് പറയുമ്പോ എന്തൊക്കെ വേർഡ് വന്നെന്നാണ്? 2 വേർഡ് പറഞ്ഞോളൂ. എന്തായിരുന്നു? എന്തായിരുന്നു ആൻസർ? ശരിയാ, പറഞ്ഞോ. അൺപെയർഡ് ഇലക്ട്രോൺ. ഇതിന് Cu+ന് അൺപെയർഡ് ഉണ്ടോ? നോക്കിയേ. Cu2+ എത്ര അൺപെയർഡ് ഉണ്ട്? 1. Zn2+ എന്താ? 0 ആണ്. അപ്പൊ എന്ത് എഴുതണം? Cu2+ എന്ന് എഴുതിയിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചിട്ട് അതിൽ 1 അൺപെയർഡ് ഇലക്ട്രോൺ Cu2+ എഴുതണം കേട്ടോ. Cu2+ എത്രയുണ്ട്? 3d9. 3d9 എന്ന് പറയുമ്പോൾ 1 അൺപെയർഡ് ഇലക്ട്രോൺ. Therefore എന്താണ്? കളേർഡ് അല്ലെ, DD ട്രാൻസിഷൻ. എന്നിട്ട് അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കണം. 1 മാർക്ക് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ചെറിയ മാർക്കിൽ തന്നെ നിങ്ങൾ കൺവേ ചെയ്യാൻ നോക്കുക. ഞാൻ പഠിച്ച കുട്ടിയാണ്,
കേട്ടോ. ആദ്യത്തെ ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആ പറയുന്ന ടീച്ചർ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ല. ബോർഡ് എക്സാമിന്റെ പേപ്പർ നോക്കുന്ന ടീച്ചർ ആണെങ്കിൽ അല്ലെ, ആരെയും കണ്ടിട്ടില്ല. ഇപ്പൊ ക്രിസ് ആണ്, അങ്ങനെയൊന്നുമല്ല. തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ആൻസർ റൈറ്റ്, 2, 10 വരെ ആൻസർ റൈറ്റ് ആകുമ്പോൾ തന്നെ ടീച്ചർ എക്സൈറ്റഡ് ആയിക്കൊള്ളാം. അടുത്ത അങ്ങനെ എക്സൈറ്റഡ് ആയി തുടങ്ങുമ്പോൾ ഒരു 15 എല്ലാം ശരിയായി കഴിഞ്ഞാൽ ആ ടീച്ചറിന് ഒരു ആഗ്രഹമാണ്, ദൈവമേ ഇവൻ ഫുള്ള് വാങ്ങിച്ച റാങ്ക് കിട്ടിയ കുട്ടി ഞാൻ നോക്കിയതാണ് അല്ലെ. ഇപ്പൊ നിങ്ങളാണ് ടീച്ചറാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പറയും അവന് ഫുള്ള് കിട്ടി, ഞാൻ നോക്കിയ കൊച്ചാണ്, അവൻ റാങ്ക് ആയിരിക്കും കേട്ടോ എന്ന് പറയാനായിട്ടൊരു തോന്നൽ വരും. മനസ്സിലായി? അതേ സമയത്ത് ആദ്യത്തെ തെറ്റി, രണ്ടാമത്തെ തെറ്റി, പിന്നെ തന്നെ ഇങ്ങനെ യുദ്ധം കള്ളം പോലെ ഇങ്ങനെ ഒരു ടെൻഡൻസിയാണ്, ഇങ്ങനെ അങ്ങനെ പോകും. പിന്നെ പറഞ്ഞാൽ ശരിയായി, ശരിയായി. പിന്നെ എന്ത് ചെയ്യും? അപ്പോഴായിരിക്കും ഇവൻ ചായ കുടിക്കണ കാര്യമൊക്കെ പറയണത്, വർത്താനൊക്കെ പറയുന്ന സമയത്ത് പിന്നെ നോക്കലൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ നോക്കും, കാണും. അതുകൊണ്ടാണ് പറയണ ആദ്യത്തെ 2 പോയിന്റ് എന്ത് എഴുതണം കേട്ടോ. നിങ്ങൾ എക്സാം ഇതിൽ പോകണമെങ്കിൽ പോലും ആ ഷെഡ്യൂളിൽ വെക്കുന്ന സമയത്ത് ഒരു 5-6 പേപ്പർ നോക്കി കഴിയുമ്പോഴേക്കും കിളി പോയി തുടങ്ങും. മനസ്സിലായി? ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്, അത്ര എളുപ്പമുള്ളതല്ല കേട്ടോ. അപ്പോ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ്. അപ്പൊ പ്രസന്റേഷൻ കറക്റ്റ് ആയിട്ട് 2 പോയിന്റുകൾ ഇങ്ങനെ എടുത്ത് പറയണം. ആ പോയിന്റ് ഇങ്ങനെ ഇൻറ്റു എഴുതി ആദ്യം എഴുതി വെക്കണം. എന്നിട്ട് ആ സെയിം പോയിന്റ് തന്നെ വേർഡിൽ കുറച്ചും കൂടി നല്ല വിഭവസമൃദ്ധമായിട്ട് താഴെ എഴുതി വെച്ചേക്കാം കേട്ടോ. അല്ലാതെ 2 വേർഡ് അൺപെയ്ഡ് ഇലക്ട്രോൺ, DD ട്രാൻസ്ലേഷൻ ഇങ്ങനെ ആവരുത് കേട്ടോ. അത് എഴുതി വെച്ചിട്ട് താഴെ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, എന്നാലേ മാർക്ക് വരുള്ളൂ കേട്ടോ. അപ്പൊ അവർ പറഞ്ഞ കറക്റ്റ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Out of zinc and tin, whose coating is better to protect iron object? എന്തുകൊണ്ടായിരിക്കും? ഇത് ഏത് ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് വരും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഔട്ട് ഓഫ് സിങ്ക് ആൻഡ് ടിൻ ഹൂസ് കോട്ടിംഗ് ഈസ് ബെറ്റർ ടു പ്രൊട്ടക്ട് അയൺ ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിങ്ക്. എന്ത് ഇതാണ്? ഇലക്ട്രോഡ് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ടോപ്പിക് ആണത്. എന്ത് പ്രൊട്ടക്ഷൻ അത്? കൊറോഷൻ. കൊറോഷനിലെ ലാസ്റ്റത്തെ വേർഡ് എന്ന് പറഞ്ഞേ സാക്രിഫിഷ്യൽ മെറ്റൽ അല്ലെ. സാക്രിഫിഷ്യൽ മെറ്റൽ എന്ന് പറയുമ്പോൾ എന്താ? കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെ, അയണിനേക്കാളും നെഗറ്റീവ് ആയിട്ടുള്ള മെറ്റൽ വെച്ചിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ കോട്ട് ചെയ്യുന്ന മെറ്റലിന് കുറയും. എന്ത് പ്രിവെൻഷനാ? കാഥോഡിക് പ്രിവെൻഷൻ. ആനോഡിന് എന്താ നടക്കുക? ഓക്സിഡേഷൻ. ഇപ്പൊ അയൺ, ഇവിടെ ഒരു അയൺ ഒബ്ജക്ട് ഉണ്ടെങ്കിൽ ആ അയൺ ഒബ്ജക്ട് ഇതൊരു അയൺ ഒബ്ജക്ട് ആണ്. ഈ അയൺ ഒബ്ജക്റ്റിൽ ഓക്സിജൻ വരാൻ കാരണം എന്താ? ഓക്സിഡേഷൻ. ഇതിനേക്കാളും ഹയർ മെറ്റൽ, ഇതിനേക്കാളും ഹയർ റിയാക്ടിവിറ്റി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിന് എന്ത് പറ്റും? ആ മെറ്റലിന് എന്ത് പറ്റും? കോമ്പൗണ്ട് അല്ല, ആ മെറ്റലിന് ഓക്സിഡേഷൻ നടക്കും. അങ്ങനെ വരുന്നതിന് വിളിക്കുന്ന പേരാണ് കാഥോഡിക് പ്രിവെൻഷൻ. അപ്പോൾ ആ ചാപ്റ്റർ ഈ ചാപ്റ്ററും ആണ്. ടോപ്പിക് എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ നിങ്ങൾ എഴുതണം എന്താണ്? ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആസ് കമ്പയർഡ് ടു അയൺ. സോ എന്തായിരിക്കണം? ആ മെറ്റൽ വെച്ചിട്ടാണ് കോട്ട് ചെയ്യേണ്ടത്. ആ രീതിയിൽ കൊണ്ടുപോയേക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേട്ടോ. ഓക്കെ, 2 പേർക്കും ഉണ്ടാ? ആരായിട്ടാണ്? ഓക്കെ, വിൻ ചെയ്തു തന്നെ കേട്ടോ. ഓക്കെ, ഇത് ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത് ഞാൻ കേട്ടോ. ഓക്കെ, ഫുട്ബോൾ തട്ടണവർ ഞാൻ തട്ടെന്ന് തുടങ്ങും കേട്ടോ. ടിക്ക് ചെയ്ത് തുടങ്ങണം കേട്ടോ. ശ്രദ്ധിക്കാൻ, ഞാൻ ഡിസ്കസ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ടിക്ക് ചെയ്ത് പഠിച്ചു പോകണം. അടുത്ത ക്വസ്റ്റ്യൻ്റെ വരുന്നത് 12th ക്വസ്റ്റ്യൻ കേട്ടോ. 11th സെയിം തന്നെ അല്ലേ? 11th അസേഷൻ റീസൺ അല്ലേ? അതവിടെ നോട്ടെ എഴുതിട്ടാ. 12th ക്വസ്റ്റ്യൻ ഈ 2 പേര് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ 2 കഴിഞ്ഞിട്ട് അടുത്ത 2 കേട്ടോ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പറയണം. 12th ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? Copper 1 compound are white, whereas copper 2 compound are colored. പറയേ. ഏതിന്? കോപ്പർ 1 എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 3D10 സെയിം ക്വസ്റ്റ്യൻ അല്ലേ? കോപ്പർ 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3D9. രണ്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. കോപ്പർ +1 എഴുതണം, കോപ്പർ +2 എഴുതണം. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 13 കേട്ടോ. 13 ദേ നിങ്ങൾ 3 പേരും കൂടി കേട്ടോ. 13 ആൻസർ പറ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. Write the formula of an oxanion of chromium Cr in which it show the oxidation state equal to its group number. Cr(O4) 2- കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണ് എന്നൊന്ന് പറഞ്ഞുതരാം. അവർ പറയുന്ന ക്വസ്റ്റ്യൻ നോക്കട്ടെ. Cr(O4) 2- ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യം എക്സ് ഇടാ, ക്രോമിയം അല്ലെ.
എക്സ്. ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാ? -2 × 4 ഈക്വൽ ടു -2. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? എക്സ് ഈസ് ഈക്വൽ ടു +6. 8 ഇപ്പുറത്തേക്ക് പോകുമ്പോ 8 - 2 ഇപ്പൊ +6 വന്നു. ഇനി ശ്രദ്ധിക്കുക, ഈ ക്രോമിയത്തിന്റെ ഫാമിലി എത്രയിലാണ്? ഗ്രൂപ്പ് 16 ആണോ? അങ്ങനെയാണെങ്കിൽ 16 തന്നെ വരണ്ടേ? ഗ്രൂപ്പ് 6 കേട്ടോ, ഓർത്ത് നോക്ക. അവർ പറയാണ് ഗ്രൂപ്പ് 6 കേട്ടോ. ക്രോമിയം ഏതാണ്? ഗ്രൂപ്പ് 6 ആണ്. ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാ? 6. അങ്ങനെയുള്ള ഒരു എലമെന്റ് ആണ് എഴുതുന്നത്. CrO3 എന്ന് എഴുതിയാൽ പറ്റുമോ? ഇല്ല. CrO3 എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് സ്കാൻഡിയം ഏതാണ്? ഗ്രൂപ്പ് 3. എങ്ങനെയാ? നമുക്ക് എസ് ബ്ലോക്ക് ഉണ്ടല്ലോ. എസ് ബ്ലോക്കില് പീരിയോഡിക് ടേബിളില് എസ് ബ്ലോക്കിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ഏതായിരുന്നു? 11th പഠിച്ചല്ലേ ഫസ്റ്റ് ഗ്രൂപ്പ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം അല്ലെ? അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പ് എന്തായിരുന്നു? ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം അല്ലെ? സ്ട്രോൺഷ്യം, ബേരിയം ഒക്കെ ഉണ്ട്. അതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ടാണ് തേർഡ് ഗ്രൂപ്പ് ആണ് സ്കാൻഡിയം. ഫോർത്ത് ഗ്രൂപ്പ് ഏതാ? ടൈറ്റാനിയം. ഫിഫ്ത് ഏതാ? വനേഡിയം. അതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഒരു ഐഡിയ ഉണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കുക. ഇതായിരിക്കും അതിന്റെ നമ്പർ. എത്രയായിരിക്കും? 2 + 1 എത്രയായിരിക്കും? 3. ഇത് എത്രയായിരിക്കും? ഗ്രൂപ്പ് 4. ഇത് എത്രയായിരിക്കും? 5. അങ്ങനെയാണെങ്കിൽ വനേഡിയം വെച്ചിട്ട് ഇതുപോലെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വനേഡിയത്തിന്റെ ചോദിക്കുകയാണ്. ക്രോമിയം മാറ്റി ഞാൻ വനേഡിയം നോക്കിയാ എന്തായിരിക്കും? വനേഡിയം പെന്റോക്സൈഡ് V2O5. അങ്ങനെയാണെങ്കിൽ മാംഗനീസിന്റെ സെയിം ക്വസ്റ്റ്യൻ കണ്ടോ? ഈ സെയിം ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ പറഞ്ഞേ മാംഗനീസിന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അവർ ഞാൻ മാറ്റും. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ മാറ്റുന്നത്? റൈറ്റ് ദ ഫോർമുല ഓഫ് ആൻ ഓക്സോ ആനയോൺ ഓഫ് മാംഗനീസ് ഇൻ വിച്ച് ഇറ്റ് ഷോ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈക്വൽ ടു ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ. ഞാൻ പറഞ്ഞു MnO4- കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ എന്ത് പറയും? Mn2O7. രണ്ടും റൈറ്റ് ആണ്. MnO4- എത്ര വെന്നം? അത് 7 വെന്നം. എത്ര വെന്നം? 7 വെന്നം. അവന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെന്നം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെന്നം ഇവിടെയും വരെ ചോദിക്കുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ചോദിക്കാൻ പറ്റൂല, കിട്ടൂല കേട്ടോ. അപ്പൊ എവിടെ വരെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും? മാംഗനീസ് വരെ ചോദിക്കാം. അതിന്റെ അപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവോ? ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഓക്സോ ആനയോൺ ഒക്കെ കണ്ടിട്ട് പേടിക്കരുത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻ ആണ് ഓക്സോ ആനയോൺ. എവിടെയും വരെ ചോദിക്കാം, ഇതുപോലെ ചോദിക്കാം. അതിന്റെ ഗ്രൂപ്പ് നമ്പറും ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓക്കെ, ടു മാർക്കിലേക്ക് പോവാം നമുക്ക്. 21 കേട്ടോ. ഈ 4 പേര് കേട്ടോ, നിങ്ങൾ 4 പേര് 21 കേട്ടോ. കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ധൈര്യമായിട്ട് പറയാം കേട്ടോ. 21 എന്തായിരിക്കും? Give reason and select one atom or ion which will exhibit as property. Scandium 3+ or Cr3+ exhibit diamagnetic behavior. നിങ്ങൾ 4 പേര് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പറയാം. ഡയാമാഗ്നറ്റിക് ബിഹേവിയർ ഏതായിരിക്കും? ഡയാമാഗ്നറ്റിക് Cr3+ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ഒന്ന് നോക്കിയാം നമുക്ക്. അവർ Cr3+ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് Cr അല്ലെ? Crന്റെ ഇവിടുന്ന് ഒരു S ന്ന് ഒരു ഇലക്ട്രോൺ പോയി. എത്ര ഇലക്ട്രോൺ കളയണമെന്ന് പറഞ്ഞേക്കുന്നത്? 3+ അല്ലെ? Cr ഇതാണ് Cr. S ന്ന് ഒരു ഇലക്ട്രോൺ പോയി, D ന്ന് 2 ഇലക്ട്രോൺ പോയി. ഇപ്പൊ എത്രയുണ്ട്? 3D. നിങ്ങൾ പറ. 3D 3 ശരിയല്ലേ? ഇവിടെ 5ഉം ഇവിടെ 1ഉം. അതിൽ നിന്ന് 3 പോയ എത്രയായിരിക്കും? 3D3. 3D3 എന്ന് പറഞ്ഞാൽ എത്ര അൺപെയ്ഡ് ഉണ്ട്? 3 അൺപെയ്ഡ് ഉണ്ട് ശരിയല്ലേ? 3 അൺപെയ്ഡ് ഉണ്ട്. അൺപെയ്ഡ് വന്നാൽ അതെന്തായിരിക്കും? അൺപെയ്ഡ് വന്നാൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും, ഡയമാഗ്നറ്റിക് ആയിരിക്കും? പാരാമാഗ്നറ്റിക്. അൺപെയ്ഡ് വന്നാൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. അൺപെയ്ഡ് വന്നാൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്.
ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ എന്ത് വരണം? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ സ്കാൻഡിയം നോക്കിയേ, സ്കാൻഡിയം അവിടെ നോക്കിയേ, 4s2 3d1. അപ്പൊ എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് പോകും. കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? പെയർഡ് ആയിരിക്കും, ഡയാമാഗ്നറ്റിക്. കേട്ടോ, ഓർത്ത് നോക്കാം. കംപ്ലീറ്റ് ഇലക്ട്രോൺ പോവില്ലേ, അപ്പൊ എന്തായിരിക്കും അത്? ഡയാമാഗ്നറ്റിക്. അപ്പൊ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ അവിടെ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം ഇതിന് രണ്ടിനും. കേട്ടോ, സ്കാൻഡിയം 3+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4s0 3d0. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. കേട്ടോ, ക്ലിയർ ആണോ? അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇടക്ക് അവിടെ ഇവിടെ ഒക്കെ പോകണ്ടല്ലോ, ഇവിടെ വാ തിരിച്ച്. കേട്ടോ, ഓക്കെ ഓക്കെ. ഡയാമാഗ്നറ്റിക്. കേട്ടോ, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയണം കേട്ടോ. CR or CU, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. വൈ? ഈ 4 പേരുണ്ട് കേട്ടോ, നിങ്ങൾ പറഞ്ഞു. CR or CU, ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. വൈ? ഇതിനായിരിക്കും ഹൈ ബോയിലിംഗ് ഓർ മെൽറ്റിംഗ് പോയിന്റ് വരുന്നത്. CR-നാണ് CU-നാണ്? മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെ വരും എന്നാ പറഞ്ഞേക്കുന്നത്? കൂടുമ്പോ മെൽറ്റിംഗ് പോയിന്റ് കൂടും. എവിടെ അൺപെയർഡ് ഇലക്ട്രോൺ കൂടിയേക്കണേ നോക്കിയേ? മിഡിലല്ലേ, CR-നല്ലേ? അപ്പൊ ഏതായിരിക്കും ആൻസർ? CR. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓർത്ത് നോക്കുക, CR or CU അല്ലെ, ഏതാണ് മെൽറ്റിംഗ് പോയിന്റ് ഹൈ എന്നാണ് ചോദിച്ചേക്കുന്നത്. മിഡിൽ സീരീസിലേക്ക് പോകുമ്പോ കണ്ടോ, ഇവിടെ എത്തുമ്പോ എന്ത് പറ്റും? അൺപെയർഡ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യും അല്ലെ. അപ്പൊ ഏതായിരിക്കും? CR-നാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ വരുന്നത്. CR-നാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നത്. അപ്പൊ നിങ്ങൾ ഈ ടേബിൾ ഇങ്ങനെ വരച്ചിട്ട് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടമാന ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നൊക്കെ മിക്സ് ചെയ്തിട്ട് ഒക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ടേബിൾ ഉണ്ട്, അതുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ടോപ്പിക്സ് കറക്റ്റ് ഓർഡർ ആയിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ചോദിച്ചോ. 22 എന്തായിരുന്നു? ട്രാൻസിഷൻ മെറ്റൽ ഫോം Mn2O3 is a basic whereas Mn2O7 is a acidic. എന്തായിരിക്കും? അസിഡിക് ഓർ ബേസിക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? പണ്ട് പഠിച്ചേക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആദ്യം എഴുതണം രണ്ടിനെയും. Mn2O3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Mn2O3 എത്രയായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? പറഞ്ഞേ. 2x എത്രയാ? +3 അല്ലേ? ഇനി Mn2O7 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7 ആണ് അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തൊക്കെയുണ്ട്? 3 ഉണ്ട്, 7 ഉണ്ട്. ഇനി പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ എപ്പോഴും എന്ത് ചോദ്യം ചോദിക്കുമ്പോഴേ അതിന്റെ ബേസിക് കൺസെപ്റ്റ്, ഏറ്റവും മെയിൻ കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാം. ബേസ് എന്ന് പറഞ്ഞാൽ എന്താ പഠിപ്പിച്ചേക്കുന്നത്? ഡൊണേറ്റിംഗ് പെയർ ഓഫ് ഇലക്ട്രോൺ. മറ്റെന്തായിരിക്കും? ആക്സെപ്റ്റ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ Mn2O7 എന്ന് പറഞ്ഞാൽ മാംഗനീസ് ആണ് കേട്ടോ. നിങ്ങളാണ് മാംഗനീസ് എന്ന് കരുതുക. മാംഗനീസിന്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4s2 3d5. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 7 ഇലക്ട്രോൺ ഉള്ള മാംഗനീസ് ആണ് നിങ്ങൾ. ഒന്ന് ഓർത്തു നോക്കാം, 7 ഇലക്ട്രോൺ ഉള്ള മാംഗനീസ് ആണ്. ഇപ്പൊ 3+ എന്ന് പറഞ്ഞ എത്ര ഇലക്ട്രോൺ പോയി? 3. ബാക്കി എത്രയുണ്ട്? 4. 4 ഇലക്ട്രോൺ ഉണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾ ഓർത്തു നോക്കുക, ഒരു ഇതെല്ലാം ക്രോർസ് ആണെന്നല്ലോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോ 4 കോടി രൂപയുണ്ട്, 4 crores ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. അത് ഇയാൾ വന്നിട്ട് ഒരു 10 രൂപ ചോദിച്ചു, ഫ്രണ്ടാണ്, കൊടുക്കോ ഇല്ലയോ? വെറും 10 rupees ആണ്, കൊടുക്കോ ഇല്ലയോ? കൊടുക്കൂലേ? ഇയാൾക്ക് കൊടുക്കുമെന്ന് 10 rupees കൊടുക്കും കേട്ടോ. അങ്ങനെ പറയണോ? ദൈവമേ, അത്രയും പൈസ ഉണ്ട് അല്ലെ? അപ്പൊ അല്ലെ, നന്നായിട്ട് എക്സസ് ആണ്. അപ്പൊ എന്തായാലും ഡൊണേറ്റ് ചെയ്യുവോ? ഡൊണേറ്റ് ചെയ്താൽ എന്ത് വിളിക്കും? ബേസ്. എന്താ വിളിക്കും? ബേസ്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറയണം? മാംഗനീസിന്റെ ഇലക്ട്രോൺ. ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻസ് വന്നാ കേട്ടോ. ഇതിന്റെ ബാക്കിൽ എഴുതുമ്പോൾ ഒരു ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എഴുതും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിക്കുക. എന്താണ് മാംഗനീസ്? ഔട്ടർ മോസ്റ്റിൽ ഇപ്പൊ എത്രയുണ്ട്? ആദ്യം 4s2 3d7. ഇനി എന്താണ്? 3+ ആയി. അപ്പൊ എത്രയുണ്ട് ഔട്ടർ മോസ്റ്റിൽ? 4 ഇലക്ട്രോൺ ഉണ്ട്. 4 ഇലക്ട്രോൺ ആണെങ്കിൽ അതിന്റെ ടെൻഡൻസി ടു ഡൊണേറ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ എന്താണ്? ഇറ്റ് ആക്ട് ആസ് ആൻ ബേസ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം. Mn2O7 ഇയാളാണ് മാംഗനീസ്. ആകെ അല്ലെ 7 crore ഉണ്ടായി, എല്ലാം പോയി കേട്ടോ. ഇനി ഹലോ കേട്ടോ, എല്ലാരും പോയി. ഇനി അതൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ബേസ് ആവോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? അല്ലെ? ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം.
ആക്സെപ്റ്റ് ചെയ്യും. നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലേ തരും കേട്ടോ. അപ്പൊ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെന്ത് വിളിക്കും? അസിഡിക് കേട്ടോ. ഇതാണ് ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എല്ലാത്തിനും ഇത് വേറെ പല ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ബാക്കിൽ പോയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ +3 എന്നുള്ളത് +4 ആവുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടായിട്ട് എഴുതിയ ഉണ്ടാവുക. പക്ഷെ വേറെ എവിടെ എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും ആസിഡും ബേസ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ച പഴയ ഇതിലേക്ക് പോയിട്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ കൊണ്ടുപോകാം. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 എഴുതിയിട്ട് എത്ര ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് എന്തുകൊണ്ട് ലൂയിസ് ആസിഡ്, എന്തുകൊണ്ട് ലൂയിസ് ബേസ്, അങ്ങനെ എഴുതി പോവാ കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. ടൈം കഴിഞ്ഞു. വീട്ടിൽ പോയിട്ട് അടുത്ത ക്ലാസ്സിൽ കേട്ടോ, അടുത്ത ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഇത്രയും വരെയുള്ള ടോപ്പിക്സ് എനിക്ക് ടിക്ക് ചെയ്ത് ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ടിക്ക് ചെയ്യുക. ഇതില് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ റിയാക്ഷൻസ് പറഞ്ഞിട്ടില്ല. റിയാക്ഷൻസ് ഇല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ടിക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. ടിക്ക് ചെയ്ത് പതുക്കനെ പാരലായിട്ട് പഠിച്ചു തുടങ്ങി വരണം കേട്ടോ. ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ടുള്ള പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഒരു